So happy to be here in this amazing transformation culture, ATC program. നമ്മുടെ ലൈഫിൽ നമ്മൾ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും മനോഹരമായുള്ള ഒരു പ്രാക്ടീസാണ് ഗ്രാറ്റിറ്റ്യൂഡ്. നമ്മുടെ കോഴ്സ് ചെയ്ത ആളുകൾ ഡെയിലി വന്നിട്ട് ലൈഫിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രാക്ടീസിലൂടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ പറഞ്ഞ് ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്ന ആളുകളാണ്. ഇന്ന് ബുധനാഴ്ച സ്പെഷ്യൽ ATC പ്രോഗ്രാം എല്ലാവർക്കും അവൈലബിളായി, പബ്ലിക്കിന് എല്ലാവർക്കും അവൈലബിളായ ഒരു വേദിയാണ്. ആർക്കും ഇവിടെ വരാം. ഇവിടെ പറയുന്ന ഗ്രാറ്റിറ്റ്യൂഡ് അത് കേൾക്കാം, അതിൻ്റെ എനർജി സ്വീകരിക്കാം, ഷെയർ ചെയ്യാം. ഓക്കെ, അതിനു വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ഡേ ആണ് വെനസ്ഡേ, ബുധനാഴ്ച മോർണിംഗ് ക്ലാസ്സിൻ്റെ ടൈമിൽ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ വേദിയാക്കിയത്. അപ്പോൾ പരമാവധി ജീവിതത്തിൽ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ആ മാറ്റത്തിന് ഗ്രാറ്റിറ്റ്യൂഡ് വന്ന് പറയുക. പറയും തോറും ജീവിതത്തിൽ സമൃദ്ധി വർദ്ധിച്ചുകൊണ്ടേയിരിക്കും, അല്ലേ? മുക്കുന്ന കിണറ്റിലാണ് വെള്ളമുണ്ടാവുക എന്ന് പറഞ്ഞില്ലേ? കൂടുതൽ നമ്മൾ ഉപയോഗിക്കുകയാണ്, കൂടുതൽ പ്രകടിപ്പിക്കുകയാണ്. അപ്പോൾ ഉപയോഗിക്കുമ്പോൾ വീണ്ടും ലൈവായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫിലുണ്ടാവുന്ന മാറ്റമാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഡേ. പരമാവധി ആൾക്കാർ മുന്നോട്ട് വരിക. വീഡിയോയിൽ വരാൻ പറ്റിയവരൊക്കെ വരിക. ചെറുതാണെങ്കിലും വലുതാണെങ്കിലും മനസ്സറിഞ്ഞ് ഗ്രാറ്റിറ്റ്യൂഡ് പറയണം. ചെറിയ നേട്ടങ്ങളാണെങ്കിൽ ചുരുക്കി പറയാൻ ശ്രമിക്കുക. അപ്പോൾ കുറച്ചുകൂടെ ആൾക്കാർക്ക് മാക്സിമം ഇത് ലിങ്ക് മാക്സിമം ആൾക്കാർക്ക് ഒന്ന് എത്തിച്ചു കൊടുക്കും. ചെയ്യുന്നുണ്ടോ? മാക്സിമം ആളുകൾക്ക് ലിങ്ക് കൊടുക്കുക. ഒരുപാട് ആൾക്കാർക്ക് ഇത് ആവശ്യമാണ്. ഒരുപാട് ആൾക്കാരുടെ ലൈഫിൽ മാറ്റം ഉണ്ടാക്കാനുള്ള വലിയൊരു എന്താ പറയാ പ്രാക്ടീസാണ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, അല്ലേ? നന്ദി എന്ന് പറയുന്നത് ഉള്ളിൽ നിന്ന് ഒഴുകി വരുന്ന സ്നേഹമാണെന്ന് പറയാറുണ്ട്. ഉള്ളിൽ നമ്മൾ അനുഭവിക്കുന്ന ഇഷ്ടം, സ്നേഹം, അത് പ്രകടിപ്പിക്കലാണ്. പ്രകടിപ്പിക്കുന്ന സ്നേഹത്തിനാണ് തിളക്കം കൂടുതൽ, അല്ലേ? അതുകൊണ്ട് ഞാൻ തന്നെ ആദ്യം ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. ഈ ഒരു കമ്മ്യൂണിറ്റി ഇത്രയും സ്ട്രോങ് ആയി ബിൽഡ് ചെയ്യാൻ കാരണമായ നിങ്ങൾ ഓരോരുത്തരും, ഇവിടെ സപ്പോർട്ട് ചെയ്ത കോഴ്സിൽ വന്ന, ക്ലാസ്സിൽ വരുന്നുകൊണ്ടിരിക്കുന്ന, ഡെയിലി പങ്കെടുക്കുന്ന, ഗ്രാറ്റിറ്റ്യൂഡ് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും എൻ്റെ ഹൃദയത്തിന് അടിത്തട്ടിൽ നിന്ന് ഞാൻ നന്ദി പറയുന്നു. വളരെ അധികം സന്തോഷത്തോടെ എൻ്റെ സ്നേഹം അറിയിക്കുന്നു. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ റെഡിയായി നിൽക്കുക. പരമാവധി ആൾക്കാർ വീഡിയോയിൽ വരിക. മാക്സിമം ഇപ്പോഴും ഇത് ചെയ്യാൻ പറ്റും. ലിങ്ക് മാക്സിമം ആൾക്കാർക്ക് നിങ്ങളിപ്പോൾ തന്നെ ഷെയർ ചെയ്തുകൊണ്ട് വലിയൊരു പാർട്ടിസിപ്പേഷൻ നമുക്ക് വരുത്തണം. ഓക്കെ, ഇവിടെ ആസിയ ഷമീർ റെഡി ആയിരിക്കും. വെരി ഗുഡ്. വിനീത് റെഡി ആയിരിക്കുന്നു. വെരി ഗുഡ്. അപ്പോൾ ആദ്യം ആസിയ ഷമീർ തുടങ്ങാം, അല്ലേ? ഓക്കെ, വെരി ഗുഡ്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. എങ്ങനെ? ഇറ്റ്സ് എ മിറക്കിൾ ഡേ. താങ്ക് യു സോ മച്ച്. മിറക്കിൾ ഡേ. യെസ്, നാളത്തെ ദിവസം മെയ് 9 ഒരു വർഷമായി സാറിന്റെ കൂടെ ഈ യാത്ര തുടങ്ങിയിട്ട്. നാളെ പറയണമെന്ന് വിചാരിച്ചതാണ്, എങ്കിലും ഇന്ന് സ്പെഷ്യൽ ATC അല്ലേ, അവിടെ ഞാൻ പറയണമെന്ന് തന്നെ എനിക്ക് തോന്നി. വെരി ഗുഡ്. അൽഹംദുലില്ലാ, ഞാൻ ആ ഒരു ബാച്ചിലേക്ക് ജോയിൻ ആയ ഒരു സമയത്തിന്റെ അവസ്ഥ ഞാൻ ചിന്തിക്കുന്നുണ്ട്. ഇന്നത്തെ ഈ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നൊരു അവസ്ഥ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഒരുപാട് മിറക്കിൾസ് ആണ് എൻ്റെ ലൈഫിൽ ഉണ്ടായത്. അതിനെല്ലാം കാരണം ആ ഒരു കാര്യത്തെക്കുറിച്ച് പഠിക്കാനും അത് ഞങ്ങൾക്ക് മനസ്സിലാക്കി തരാനും പറ്റിയത് സാറിലൂടെയാണ്. സാർ പറഞ്ഞു തന്ന ഓരോ കാര്യങ്ങളും ഞാൻ എൻ്റെ ജീവിതത്തിലുമായിട്ട് കണക്റ്റഡ് ആക്കിയപ്പോൾ
എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷ നിമിഷങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ്. ഒരുപാട് മാറ്റം ആരോഗ്യപരമായി, സാമ്പത്തികപരമായി, അങ്ങനെ ഈ ജീവിതത്തിൽ ടോട്ടലി എനിക്ക് നല്ലൊരു അഭിമാന നിമിഷത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഞാനൊരു ടീച്ചറാകുക എന്നുള്ളതായിരുന്നു. അതെനിക്ക് എൻ്റെ പഠനം കൊണ്ട് തന്നെ എനിക്ക് ആ ഒരു ടീച്ചറിന്റെ സ്ഥാനത്തേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാ. അതുപോലെ തന്നെ ഒരിക്കലും മരുന്ന് നിർത്താൻ കഴിയില്ലാന്ന് പറഞ്ഞ ആ മരുന്നുകളെല്ലാം എനിക്ക് സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് എൻ്റെ മൈൻഡിന്റെ പവർ കൊണ്ട് ഞാനിപ്പോഴും ആരോഗ്യവതിയായിട്ട്, സന്തോഷവതിയായിട്ട് ഈ നിമിഷം എനിക്ക് സാറിനോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ കഴിയുന്നുണ്ട്. അൽഹംദുലില്ലാ. ഒരുപാട് സന്തോഷമുണ്ട് സാർ. ഇനിയും EFTയിൽ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതെല്ലാം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരുമായിട്ട് കോൺടാക്ട് ചെയ്യുന്നുണ്ട്. എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഹെൽപ്പുകളും ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. എനിക്ക് സാറിൽ നിന്ന് ലഭിച്ച എല്ലാ അറിവുകളും ഞാൻ എല്ലാവരിലേക്കും പാസ് ചെയ്യുന്നുണ്ട്. അതെന്റെ ഏറ്റവും വലിയൊരു സന്തോഷമാണ് സാർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു. വലിയ സന്തോഷം. ആ സെഷനിലെ കുറേ അനുഭവങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. ഒരിക്കൽ കൂടെ എന്റെ സ്നേഹം അറിയിക്കുന്നു. സന്തോഷം അറിയിക്കുന്നു കേട്ടോ. ഓക്കെ. Better than this. Can happen better than this. Vineet. Hi, good morning, sir. Good morning. സാറേ, ഞാൻ EFTയിൽ വന്നതിന് ശേഷം ഒരുപാട് ഞാനിപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന ബാച്ചിലാണ്. അപ്പോ ചെറുതായിട്ടാണെന്നുണ്ടെങ്കിലും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. മെയിൻ ആയിട്ട് എന്താ വെച്ചാൽ സ്ട്രെസ് ഹാൻഡിൽ ചെയ്യാൻ ഇപ്പോൾ നല്ലോണം കഴിഞ്ഞു. എനിക്ക് മെയിൻ ആയിട്ടുള്ള പ്രശ്നം ഇതായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോ സത്യം പറഞ്ഞാൽ നല്ല പോസിറ്റീവാണ്. നെഗറ്റീവ് തോട്ട്സ് ഒക്കെ പോയി. അതുകൊണ്ട് തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോ ഡെയിലി ചെറുതായിട്ടുള്ള മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. താങ്ക് യു സാർ. താങ്ക് യു വിനീത്. വളരെ ലൈവ് ആയിട്ടുള്ളൊരു സ്റ്റുഡന്റ് ആണ് ഇപ്പോഴത്തെ ബാച്ചിലെ. താങ്ക് യു. താങ്ക് യു. കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു സാർ. വരൂ, മുന്നോട്ട് വരൂ കേട്ടോ. എല്ലാവരും വരിക. എല്ലാവർക്കും എനർജി മാക്സിമം കിട്ടട്ടെ. റംല അഷ്റഫ് പറയൂ. ഈ EFTയിൽ വന്നതിന് ശേഷം എനിക്ക് സംസാരിക്കാനും ധൈര്യമായിട്ട് എന്ത് കാര്യങ്ങളും മുന്നോട്ട് പോകാനും നന്നായിട്ട് കഴിയുന്നുണ്ട്. അടുത്ത ദിവസം തന്നെ ഞാനൊരു ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. അത് ഞാൻ നടത്തും. ശാരീരികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ എനിക്കിപ്പോ മാറ്റങ്ങൾ വളരെയധികം വന്നിട്ടുണ്ട്. രാവിലെ ഉണർന്നാൽ എനിക്ക് കട്ടുമെന്ന് എണീക്കാൻ പറ്റൂല. ശരീരം മൊത്തം വേദനയാണ്. കുറേശ്ശെ നടന്നിട്ട് എനിക്ക് കിച്ചണിൽ ഇപ്പൊ എനിക്ക് നല്ല സുഖമുണ്ട്. ശരീരത്തിനും മനസ്സിനും എല്ലാത്തിനും എന്ത് ചെയ്യാനും ഒരു ധൈര്യം എനിക്ക് വന്നിട്ടുണ്ട്. അൽഹംദുലില്ലാ. എന്നും സാറിനോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. എന്നും സാറിന് വേണ്ടിയിട്ട് ആരോഗ്യവും ആയുസ്സും ദീർഘായുസ് നീട്ടിത്തരാൻ റബ്ബിനോട് പ്രാർത്ഥിക്കുന്നു. കാരണം സാറുണ്ടെങ്കിലേ ഇത് വിജയിക്കൂ. സാറിനെ പോലെയുള്ള ആളുകള് ഒരുപാട് EFTയിൽ വരട്ടെ. എല്ലാവർക്കും സന്തോഷവും സമാധാനവും തരട്ടെ. താങ്ക് യു. വലിയ സന്തോഷം റംലത്ത. കൺഗ്രാറ്റുലേഷൻ. ഇനി ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവട്ടെ കേട്ടോ. തീർച്ചയായിട്ടും. സന്തോഷം. ഓക്കെ, അടുത്ത ആരാ പറയുന്നേ? കമോൺ, വരട്ടെ. തസ്ലിയ അൺമ്യൂട്ട് ചെയ്യോ? മ്യൂട്ടാണ്. അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന മൈൻഡ് മാസ്റ്ററി എന്നുള്ള പുതിയ ലോഞ്ച് ചെയ്തിട്ടുള്ള ആ ഒരു ഇതിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നു, പിച്ച് വെച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അൽഹംദുലില്ലാ ഇപ്പം കുറച്ചൊക്കെ മാറ്റങ്ങൾ വന്നു തുടങ്ങുന്നുണ്ട്. എനിക്കുള്ള പ്രശ്നം ഓവർ തിങ്കിങ് ആയിരുന്നു. എന്തെല്ലോ അനാവശ്യമായിട്ട് കുറെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ അതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് ഒരു കാര്യമില്ല എന്നുള്ള ഒരു അവയർനെസ്, ഒരു ബോധവൽക്കരണം സാറിന്റെ അടുത്ത് കിട്ടി. ആ കാരണങ്ങൾ പിന്നെ അതിപ്പോ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നല്ല മാറ്റമുണ്ട്. ഞാൻ കുറെ കോഴ്സിന് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ സാറിന്റെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇത് വേറെ ലെവലാണ്. കാരണം നമ്മൾ ആത്മാവിന്, നമ്മളെ
ഹൃദയത്തെ പൂർണ്ണമായിട്ട് ശുദ്ധീകരിക്കുക എന്നുള്ള ഒരു ഒന്ന് എന്നുള്ള ഒരു ഇതല്ലേ സാറിന്റെ കൺസെപ്റ്റ്. പക്ഷെ അത് മാറിയാൽ തന്നെ നമുക്ക് അസുഖങ്ങളും നമ്മുടെ മനസ്സും സ്നേഹവും എല്ലാം നമ്മളിലേക്ക് വരും. ഇൻഷാ അല്ലാ തുടർന്നും എനിക്ക് ക്ലാസ് സാറിന്റെ പ്രാക്ടീസ് ഒക്കെ നല്ലോണം ചെയ്തിട്ട് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്നുള്ള ആത്മവിശ്വാസമുണ്ട്. ഇൻഷാ അല്ലാ നേരത്തെ കുറച്ച് വൈകിയാണെങ്കിൽ വന്നതിന് ഒരുപാട് സമാധാനം. ഇൻഷാ അല്ലാ. എനിക്ക് വലിയ സന്തോഷം. ഉം. നസ്ലിയ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതാണ്. എനിക്ക് വളരെ ലൈവായിട്ട് പങ്കെടുക്കാറുണ്ട്. വലിയ സന്തോഷം. നന്നായിട്ട് റിസൾട്ട് ഉണ്ടാകും കേട്ടോ. കൺഗ്രാജുലേഷൻ. ഓക്കെ, ഫസൽ റഹ്മാൻ ബാലുശ്ശേരി എന്തൊക്കെയാണ്? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്, പറയൂ. ഉഷാറാണ്, കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് പോകുന്നുണ്ട്. എല്ലാം നമ്മൾ വിചാരിച്ച രീതിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. ഇപ്പോഴത്തെ ബാച്ചിലല്ലേ? ഇപ്പോഴത്തെ ബാച്ചിലല്ലേ? അല്ല, ഇതിന്റെ മുമ്പ് സെൽഫ് ഹീലിംഗിലാണ്. ഇപ്പൊ അനിയന് ബാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിസാർ ബാലുശ്ശേരി. ഓക്കെ, ഈ ബാച്ച് ഈവനിങ് ക്ലാസ് ആയതുകൊണ്ട് ഞാൻ ബാച്ച് എടുക്കാറുണ്ട്. നമുക്ക് അടുത്ത് നോക്കാം. മോർണിംഗ് വരുന്ന ക്ലാസ്സിൽ ഞാൻ ആ ടൈം കുറച്ച് റഷ് ആയിക്കോണ്ടാ. ഓക്കെ, എങ്ങനെയൊക്കെ കാര്യങ്ങൾ പോകണം? പ്രാക്ടീസ് ഉഷാറായിട്ട് പോകുന്നുണ്ട്. പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് മാക്സിമം. ലെറ്റോട് പറയുന്നുണ്ട്, സെൽഫ് ലവ് ചെയ്യുന്നുണ്ട്. രാത്രി ഈവനിങ്ങിൽ ഒരുമാൻ പറഞ്ഞ ഒരു കൂട്ടായ്മ ഉണ്ട്, അതില് ഒത്തുചേരുന്നുണ്ട് എല്ലാവരും കൂടെ. അപ്പൊ അതിൽ നല്ല പോസിറ്റീവ് ആയിട്ടുള്ള എനർജി കിട്ടുന്നുണ്ട്. പിന്നെ ബിസിനസ്സിലൊക്കെ നല്ല മാറ്റം വരുത്താൻ പറ്റിയിട്ടുണ്ട്. സ്റ്റാഫിന്റെ ഇടയിലൊക്കെ തന്നെ നല്ല മാറ്റം വരുത്താൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ ഇനിയും കാര്യങ്ങളിലേക്ക് പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഫിക്സാറിനും ആയുസ് ആരോഗ്യമൊക്കെ അതാകട്ടെ. താങ്ക് യു ഫസൽ, വലിയ സന്തോഷം. പിന്നെ ഓരോ പ്രൊജക്ടുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഒക്കെ ഇനി അടുത്ത ക്ലാസ്സിലൊക്കെ പറയാം. തീർച്ചയായും വലിയ റിസൾട്ട് ഉണ്ടാക്കിയിട്ട് ഇനിയും ഗ്രാറ്റിറ്റ്യൂഡ് പറയണം. ഓക്കെ, യെസ്. ഇനി ആര്? കമാൺ, വരട്ടെ. കുറെ ആള് കാത്തിരിക്കുന്നത്, നിങ്ങളുടേത് കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ്. ഓക്കെ, അനാന ഇപ്പോഴത്തെ ബാച്ചിലെ ആൾക്കാരാണ്. കൂടുതൽ ആൾക്കാർ പുതിയ ബാച്ചിലെ ആൾക്കാരായിരുന്നു അല്ലെ? അനാന പറയൂ. അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കും. ഫസ്റ്റിന് അൽഹംദുലില്ലാ ഇതിലേക്ക് വരാൻ കഴിഞ്ഞതിൽ തന്നെ ഫസ്റ്റ് സർവശക്തിനോട് നന്ദി പറയുന്നു. അതേപോലെ തന്നെ ഇതിലേക്ക് ഈ ഒരു EFT എനിക്ക് എത്തിച്ചെന്ന ആളോടും അതേപോലെ നന്ദി പറയുന്നുണ്ട്. കാരണം ഞാൻ ഇതിലേക്ക് വരുന്നതിന് മുന്നേ ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ബുദ്ധിമുട്ട് കൊണ്ടിരിക്കുകയായിരുന്നു. ആ ടൈമിൽ ഞാൻ സൈക്കോളജിസ്റ്റിനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്നോട് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭയങ്കര ആൻസൈറ്റി ലെവലൊക്കെ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. പക്ഷെ പ്രഗ്നന്റ് ആയതുകൊണ്ട് മാത്രം അന്നത് സ്റ്റാർട്ട് ചെയ്തില്ല. ആ ഒരു സമയത്താണ് ഒരു ബുദ്ധിമുട്ട് കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു EFT എനിക്ക് ഒരാൾ പറഞ്ഞു തന്നതിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അൽഹംദുലില്ലാ. അപ്പൊ എന്റെ വലിയ പ്രശ്നം ചിന്തകൾ തന്നെയായിരുന്നു. ബാക്കിയുള്ളതൊക്കെ പിന്നെയാണ് വന്നിട്ടുള്ളത്. ഇപ്പൊ അൽഹംദുലില്ലാ നെഗറ്റീവ് ചിന്തകൾ എനിക്ക് സ്റ്റോപ്പ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരുപാട് അതേപോലെ ഫോർഗിനേഴ്സ് സാറെ ക്ലാസ്സിൽ കൂടെ ചെയ്തിട്ട് എനിക്ക് നല്ല മാറ്റമുണ്ട്. അതേപോലെ ഓരോ പെയിൻസ് ഹീൽ ചെയ്യുമ്പോഴും ഇനി ഒരുപാടുണ്ട്. ഇനി അത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക തന്നെയാണ്. അൽഹംദുലില്ലാ എനിക്ക് വരാൻ കഴിഞ്ഞ സാറോടും ഫസിലത്ത് മാമിനോടും എല്ലാവരോടും ആ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുന്നു. താങ്ക് യു അനാന, വലിയ സന്തോഷം. ഒരുപാട് മാറ്റങ്ങൾ ഇനി ഉണ്ടാവട്ടെ. സഫീല പറയൂ. ഞാനിപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന പുതിയ ബാച്ചിലെ സ്റ്റുഡന്റ്. പിന്നെ ഞാന് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഇപ്പൊ കൊറേ മാറ്റങ്ങളുണ്ട് സാറ് ക്ലാസ് ഒക്കെ കേട്ടിട്ട്. പിന്നെ നല്ല പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പൊ എനിക്ക് ഒരു വലിയ ലക്ഷ്യമുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് എത്തിയത്. 11 വർഷമായിരുന്നു കല്യാണം കഴിഞ്ഞിട്ട്. അപ്പൊ കുട്ടികളൊന്നും ആയിട്ടില്ല. പിന്നെ സാറൊന്ന് വിഷ്വൽ ചെയ്യണം. തീർച്ചയായും നന്നായിട്ട് വിഷ്വൽ ചെയ്യുക, പോസിറ്റീവ് ആയിരിക്കുക. ഒരുപാട് ആൾക്ക് നല്ല റിസൾട്ട് കിട്ടിയ വിഷ്വലൈസേഷൻ. ഹാപ്പി ആയിരിക്കുക. ഓക്കെ, യെസ്. ആയിഷ
പറയൂ ഐഷമ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. സാറിന് പ്രത്യേകം ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ഇന്ന് ഈ ദിവസം. സാറിന്റെ കുടുംബവും എല്ലാവരും സുഖമായിരിക്കട്ടെ, ആരോഗ്യം ഉണ്ടാകട്ടെ, ആയുസ്സുണ്ടാകട്ടെ. സാറിന് EFT വന്നതോടുകൂടി എല്ലാം മാറി. എനിക്ക് ശരിക്കും രാത്രി 4th ബാച്ചിൽ വന്ന ആളാ ഞാന്. സാറിന് അറിയായിരിക്കും, എന്റെ മോനും സാമയാണ്. ഓഫ്ലൈൻ കടവില്ലേ? പിന്നെ മീറ്റപ്പിന് വന്നിരുന്നു. അഡ്വാൻസിന് പിന്നെ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാ വരാത്ത. ഇനി മീറ്റപ്പിന് വരാം. മോന് ഉഷാറായിട്ടുണ്ട്. ഇപ്പൊ മോന് വലിയ കുഴപ്പമൊന്നുമില്ല. മുഴുവൻ മാറാൻ വേണ്ടി സാറ് പ്രത്യേകം പ്രാർത്ഥിക്കണം. പിന്നെ ഞാനൊരു വിഷ്വൽ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. മക്കത്തേക്ക് പോകാനും മനസ്സിൽ 1-2 വർഷത്തിന്റെ ഉള്ളിൽ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുന്നു, വിഷ്വൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ കാക്കയും ഉണ്ടാവും കൂടെ. അവർ രണ്ടുപേർക്കൂടെ ഒന്നിച്ച് പോകാന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഞങ്ങൾ ഒരു ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിൽ ഞങ്ങളിപ്പോ 100 പ്രാക്ടീസായി. 4th ബാച്ച് കഴിഞ്ഞ് 3-4 മാസമായപ്പോഴത്തേക്കും. ഓക്കെ, നല്ല ഹസീന ലീഡർഷിപ്പ് അല്ലേ? എല്ലാവരും ഇല്ലേ? ഗഫൂറാക്കണ്ടേ, ഗഫൂർക്ക, സുലൈമാൻ സാറ്, നല്ല പ്രാക്ടീസ് ചെയ്യുന്നു. ഓക്കെ, നിൽക്കുന്നത്. അവരില്ലെങ്കിൽ ഞാനും ഹാജറ മേമും സൂറാത്തൊക്കെ ചെയ്യാറുണ്ട്. മിസ്സാക്കി കളയാറില്ല ഒറ്റ ദിവസം. ഞായറാഴ്ച വരെ ഉണ്ട്. കുറെ 100 ആളുണ്ട്, പക്ഷേ 10-30 ആളെന്നും ഉണ്ടാവാറുണ്ട് മിക്ക ദിവസം. 15 ഏറ്റവും ചുരുങ്ങിയത് ഉണ്ടാവും. അവരെല്ലാരും ഹാപ്പി. നന്നായിട്ട് പരിപാടികളും പാട്ടും എല്ലാം. സിയാസ്ക ഞങ്ങളെ കൂടെ ഒന്നരാടം വരും. സിയാസ്ക ഞങ്ങൾക്ക് പ്രത്യേക അവയർനെസ് ക്ലാസ് ഒക്കെ തരുന്നുണ്ട്. മെഡിറ്റേഷൻ അടുത്ത് ചെയ്തു തരും. ഞങ്ങളെ പരിപാടിയൊക്കെ കണ്ട് ചിരിച്ച് സന്തോഷിക്കാറുണ്ട്. ഞങ്ങൾക്ക് കിടന്നിറങ്ങുമ്പോ നല്ല ഹാപ്പിയാണ്. ഓക്കെ, സന്തോഷമുണ്ട് ഐഷമ, വലിയ സന്തോഷം. എല്ലാം സുഖമായി പോകുന്നു. താങ്ക് യു സാർ. ഇമ്നമേമയാണ് എന്റെ PCA. ഇവരിവിടെ ഇല്ല ഇപ്പൊ, എന്നാലും ഞങ്ങളെ കൂടെ എപ്പോഴും ഉണ്ട്. സിയാസ്ക വന്നിട്ടുണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ. താങ്ക് യു സാർ. താങ്ക് യു. ഖദീജ. ഖദീജ പറയൂ. കാണുന്നില്ല. ഹായ്, ഗുഡ് മോർണിംഗ് സർ. ഹായ്, ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. ഗ്രാറ്റിറ്റ്യൂഡ് പറയാനാണെങ്കിൽ പറഞ്ഞുകൊണ്ടേയിരിക്കും. EFTയിൽ വന്നിട്ട് 2 വർഷവും 3 മാസമായി. 2 വർഷവും 3 മാസവും സാറിന്റെ കൂടെ കൂടിയിട്ട് എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ എനിക്ക് എന്നെ തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. എന്താണ് എൻ്റെ ഉള്ളിൽ നടക്കുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ ഇന്ന് എന്നെ സ്നേഹിക്കാൻ പഠിച്ചു, എന്നെ റെസ്പെക്ട് ചെയ്യാൻ പഠിച്ചു, എന്നെ കെയർ ചെയ്യാൻ പഠിച്ചു. എല്ലാം എൻ്റെ ഉള്ളിൽ തന്നെയാണ്, ചുറ്റുപാടുകളുമല്ല. എനിക്ക് സന്തോഷം കിട്ടണമെങ്കിൽ ഞാൻ വിചാരിച്ചാലേ പറ്റും. ഞാൻ ഓരോന്നും സാറ് പറഞ്ഞ രീതിയിൽ അതേപോലെ തന്നെ പ്രാക്ടീസ് ചെയ്ത് 2022 നവംബറിലാണ് ഞാൻ ആദ്യത്തെ അഡ്വാൻസിന് വന്നത്. സാറിനെ കാണാൻ പറ്റി. സാറ് പറഞ്ഞതുപോലെ അന്ന് പോലെ ഞാൻ പ്രാക്ടീസ് തുടങ്ങിയതാണ്. ഇതുവരെ ഞാൻ എൻ്റെ പ്രാക്ടീസ് നിർത്തിയിട്ടില്ല. എനിക്കുണ്ടായ മാറ്റങ്ങൾ, എനിക്ക് വെരിക്കോസ് വെയിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു, അത് മാറി. കൈക്കും കാലിലും പെരുപ്പ്, മസിൽ പിടുത്തം, അങ്ങനെയുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഒരുപാടുണ്ടായിരുന്നു. അതിലുപരി എനിക്ക് സ്പേം കൗണ്ടിന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ട് 20 വർഷമായി, കുട്ടികളില്ല. സ്പേം കൗണ്ടിന്റെ ഒട്ടും കൗണ്ടില്ലാത്ത ഒരു അവസ്ഥയായിരുന്നു. പക്ഷേ 2022 നവംബറിൽ റഫീഖ് സാർ എന്ന് പറയുന്ന ഒരു വലിയ വ്യക്തിയെ കാണാനായിട്ട് എനിക്ക് ഒരു ഭാഗ്യം കിട്ടി. ആ റിസോർട്ടിൽ വെച്ച് വയനാട്ടിൽ സാറ് പറഞ്ഞു തന്നതുപോലെ ഞാൻ ചെയ്തു. ഇപ്പം എൻ്റെ സ്പേം കൗണ്ട് എനിക്ക് നോർമലായി. ഇതിൽ കൂടുതൽ എന്ത് വേണം റിസൾട്ട്? ഇന്ന് ഞാൻ അബുദാബിയിലാണ് ഇപ്പോൾ ഉള്ളത്. നാട്ടിലായിരുന്നു. ഒരുപാട് ക്രൈസിസ് ഒക്കെ നേരിട്ട ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ എന്നാലും ഇപ്പൊ എനിക്ക് നല്ലൊരു ജോലിയുണ്ട്. അബുദാബിയിൽ എൻ്റെ ഫ്ലാറ്റിൽ ഇരുന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പൊ അത്രത്തോളം മാറ്റം ഇതിലൂടെ ഉണ്ടായി. ഇതിനകത്ത് എന്താണോ ഇതിനകത്ത് പറയുന്നത് അത് അതേപോലെ തന്നെ ഫോളോ ചെയ്യുക, അത് പ്രാക്ടീസ് ചെയ്യുക, എങ്കിൽ മാത്രമേ റിസൾട്ട് കിട്ടും. പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ മെഡിറ്റേഷൻ, അവയർനെസ്, എന്താണോ നമുക്ക് വേണ്ടുന്നത് അതുമായിട്ട് കണക്ട് ചെയ്ത് ചെയ്യുക. കാര്യം നമ്മളെ ഉള്ളിലും പുറത്തും രണ്ടും രണ്ടാകുമ്പോൾ ഒരിക്കലും നമുക്ക് റിസൾട്ട് വരത്തില്ല.
നമുക്കുള്ളിൽ എന്താണോ നമുക്ക് തീവ്രമായിട്ട് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് ചെയ്താൽ ഉറപ്പായിട്ടും ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്ത് നമുക്ക് മാനിഫെസ്റ്റേഷൻ നടക്കും, തീർച്ചയായിട്ടും നടക്കും. ഞാൻ പല ഇതിലും അനുഭവസ്ഥനാണ്. എൻ്റെ ആരോഗ്യ മേഖലയിൽ നിന്ന് എനിക്ക് നല്ല മാറ്റമാണ്. എനിക്ക് മാരത്തോണിൽ പങ്കെടുക്കാൻ പറ്റുന്നുണ്ട്, ഫുട്ബോൾ കളിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ വെൽത്തിന്റെ കുറേയധികം ബ്ലോക്കുകൾ എനിക്കുണ്ട്. അതെല്ലാം ഞാൻ അഡ്വാൻസിൽ പറഞ്ഞ് അനുസരിച്ച് ഞാനത് ഹീൽ ചെയ്തുകൊണ്ടേയിരിക്കുന്നു, കുറേയൊക്കെ മാറിക്കൊണ്ടേയിരിക്കുന്നു. എങ്കിലും ഞാൻ ഹാപ്പിയാണ്. നല്ലൊരു ജോലി എനിക്കുണ്ട്. വളരെ സന്തോഷമായിട്ട് ഫാമിലിയായിട്ട് ഒരുമിച്ച് എനിക്ക് നിൽക്കാനായിട്ട് സാധിക്കുന്നു. ബിസിനസ്സിൽ ക്രൈസിസ് ഒക്കെ വന്ന സമയത്ത് ഞാൻ നാട്ടിലും വൈഫ് ഇവിടെ ആയിരുന്നു. അവിടെയും ഞാൻ സാർ എന്താണോ പറഞ്ഞത് അത് അതേപോലെ തന്നെ ഞാൻ വിഷ്വലൈസേഷൻ ചെയ്ത് അഫർമേഷൻ കൊടുത്തുകൊണ്ടേയിരുന്നു. ഞാനും എൻ്റെ ഭാര്യയും ഒരുമിച്ച് ഒരു സ്ഥലത്ത് സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞാൻ അഫർമേഷൻസ് കൊടുത്ത് വിഷ്വൽ ചെയ്തുകൊണ്ടേയിരുന്നു. ഞാനിവിടെ എത്തി 2023 ഏപ്രിലിൽ ഞാനിവിടെ എത്തി. 1 വർഷം കഴിഞ്ഞ് ജോലിയൊക്കെ ചെയ്ത് വളരെ സന്തോഷമായിട്ട് പൊയ്ക്കൊണ്ടേയിരിക്കുന്നു. ഇനി അടുത്ത എൻ്റെ ശ്രമം എന്ന് പറഞ്ഞാൽ എന്നിൽ മാറ്റം ഉണ്ടാക്കിയ എൻ്റെ പ്രിയപ്പെട്ട ഗുരുവിനെ എനിക്ക് ദുബായിൽ കൊണ്ടുവരണം. ഞാൻ അതിനുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ഇവിടെ. തീർച്ചയായിട്ടും അത് നടക്കും, ഉറപ്പാണ്. താങ്ക് യു സർ. വലിയ സന്തോഷം. ചേർക്കാം. ഒരുപാട് റിസൾട്ട് ഉണ്ടാക്കിയ മനുഷ്യരാണ്, ഒരുപാട് ആളുകൾക്ക് പ്രചോദനമാണ്, ഒരുപാട് ആൾക്ക് ഹീലിംഗ് ചെയ്തു കൊടുക്കുന്ന ആളാണ്. ഒന്നും പ്രതീക്ഷിക്കാതെ ഒരുപാട് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്ന വലിയ വിശാല മനസ്സിലുടമയാണ് സിയാദ്ക. എല്ലാവർക്കും പരിചയമുള്ള വ്യക്തിയായിരിക്കാം, പുതിയ ആളുകൾക്ക് ഒരുപക്ഷെ ആദ്യ അനുഭവമായിരിക്കാം ഈ ബാച്ചിലെ ആൾക്കാർ. ബാക്കി എല്ലാവർക്കും നന്നായിട്ട് അറിയാം. ഞാൻ എല്ലാവർക്കും വേണ്ടി പറയാണ്, ഇതേപോലുള്ള എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഓരോരുത്തർക്കും പറയാൻ പറ്റേണ്ടത്. മാതൃകകൾ എന്ന് പറയില്ലേ, നമ്മുടെ ലൈഫിൽ ഇതേപോലെ നമുക്ക് ഇവിടെ വന്നിട്ട് പറയാൻ കഴിയണം എന്നുള്ളതാണ് വലിയ റിസൾട്ട്. പിന്നെ അദ്ദേഹത്തിന് ഏറ്റവും വലിയ പ്രത്യേകത ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നതാണ്. ഒരു ദിവസം പോലും മിസ്സാവാതെ രാവിലെ 4 മണിക്ക് എണീറ്റ് പ്രാക്ടീസ് ചെയ്യുക. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്താൽ പിന്നെ അത്ഭുതങ്ങൾ സംഭവിക്കുന്ന ഉറപ്പല്ലേ? അതിന് അത്ഭുതപ്പെടാനില്ല. അപ്പൊ എല്ലാവരും എനിക്ക് പറയാനുള്ളത് ഇതാണ് നമ്മുടെ ലൈഫിൽ കൊണ്ടുവരേണ്ടത്. നല്ല പ്രാക്ടീസ്, നല്ല കമ്മിറ്റഡ് ആയിട്ടുള്ള എന്താ പറയാ പ്രാക്ടീസ് ആണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പൊ എല്ലാവരോടും എൻ്റെ സന്തോഷം. സിയാദ്ക പ്രത്യേക കൺഗ്രാജുലേഷൻ. യെസ് ഖദീജത്ത. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. 30-ാം ബാച്ചിലെ ഖദീജ, 28-ാം ബാച്ചിലെ രഹിന മേഡത്തിന്റെ മദറാണ്. ഞാൻ ഇതിനു മുമ്പ് ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ വേണ്ടി വന്നിരുന്നു. വോയിസ് എന്തോ ഒരു സൗണ്ടിന്റെ എന്തോ ഒരു പ്രോബ്ലം ഉണ്ടായി. സാർ ഒരുപാട് നന്ദി, ഒരുപാട് നന്ദി. EFTയിൽ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരാൻ നമ്മളെ പ്രപഞ്ചനാഥൻ അനുഗ്രഹിച്ചു തന്നതിന് ഒരുപാട് ഒരുപാട് നന്ദി. റഫീഖ് സാറിന് ഒരുപാട് എണ്ണിയാൽ തീരാത്ത നന്ദി. കാരണം മനസ്സമാധാനം എല്ലാം ഉണ്ട്, പക്ഷെ സമാധാനത്തിന്റെ കുറച്ചൊരു കുറവുണ്ടായിനി. പെട്ടെന്ന് എല്ലാം ഒരു 10 വർഷം മുമ്പ് ഒരു റിലേഷന് കുറച്ച് ചെറിയൊരു ഇഷ്യൂ, ഒന്നുമില്ല, കാശ് കൊടുത്ത് തിരിച്ചു ചോദിച്ചതിന്റെ പേരിൽ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായി ഒരു 10 വർഷത്തിന് മുമ്പ്. പക്ഷെ ഇപ്പൊ ഒക്കെ റെഡിയായി, കുടുംബത്തിലേക്ക് ഇങ്ങോട്ട് വന്ന് നല്ല പോക്കും വരവും നല്ല സന്തോഷായിട്ട് സ്നേഹത്തിൽ നമ്മൾക്ക് ആദ്യം ആരോടും ഒന്നുമില്ല, പക്ഷെ ഇപ്പം തീരെ ആരോടും ഒന്നുമില്ല. എല്ലാവർക്കും ക്ഷമിച്ചു കൊടുത്ത് ആരെന്ത് തെറ്റ് ചെയ്താലും അവർക്ക് ക്ഷമിച്ചു കൊടുക്കൽ നമ്മൾ ഉത്തരവാദിത്തമാണ്, നമ്മക്ക് വേണ്ടിയാണെന്നുള്ള ആ ഒരു സത്യം സ്വീകരിച്ച് ഒരുപാട് ആറ്റിറ്റ്യൂഡ് ഉണ്ട് സർ. മനസ്സമാധാനമാണ് ഏറ്റവും വലിയ ഒരിത്. ഒരുപാടുണ്ട്, ഇൻഷാ അല്ലാഹ് വീണ്ടും പറയാ. ഒരുപാട് നന്ദി പ്രപഞ്ചനാഥന്. ഒരുപാട് നന്ദി റഫീഖ് സാറിന്, കുടുംബത്തിന്. പിന്നെ എൻ്റെ PCA എൻ്റെ പ്രിയപ്പെട്ട അനിയത്തിപ്രാവ് അസ്രാമേമാണ്. അസ്രാമേമ് ഒരുപാട് എന്നുവെച്ചാൽ കൈ പിടിച്ച് ഉയർത്തി. കാരണം എനിക്ക് 1, 2, 3 ക്ലാസ് കിട്ടിയില്ല സർ ഫസ്റ്റില്, ഓരോരോ ഇഷ്യൂ കാരണം. അപ്പം എനിക്ക് നല്ല സപ്പോർട്ട് തന്നിട്ട് എനിക്ക് എല്ലാം ഇങ്ങനെ പറഞ്ഞു ഞാനിങ്ങനെ കസ്റ്റഡി വെച്ച് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഓരോരോ ചോദിക്കും, സംശയം തീർന്നു. പിന്നെ അതുമല്ല സർ, വീണ്ടും എനിക്ക് പറയാനുള്ളത് ഒരുപാട് കുടുംബങ്ങളെ കിട്ടി. ഒരുപാട് ഗ്രൂപ്പിൽ നമ്മുടെ ഇസ്മായിൽ സാറ്, അൻവർ സാറ്, ഇർഷാദ് സാർ, ഇവരൊക്കെ ഗ്രൂപ്പിലാണ് ഞാൻ. ഒരുപാട് ആൾക്കാരെ എനിക്ക് കിട്ടി എന്നുള്ള എൻ്റെ ഏറ്റവും വലിയൊരു സമ്പത്ത്. താങ്ക് യു സർ. താങ്ക് യു. തീർച്ചയായിട്ടും വലിയ സന്തോഷം. കൺഗ്രാജുലേഷൻ. ഓക്കെ, യെസ് യാഷിൻ റഹ്മാൻ.
ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. പറയൂ. സാർ ഞാൻ കോഴിക്കോട്ടുകാരനാണ്. യാഷിൻ എന്നാണ് പേര്. ഞാനിതില് EFT കൂടാൻ കാരണം തന്നെ എന്റെ വൈഫും എന്റെ മകളുമാണ്. അവര് എല്ലാ സമയത്തും EFT, ഞാനിവിടെ ഇല്ല, ഞാൻ റിയാദിലായിരുന്നു. ഞാനിപ്പോ വന്നിട്ട് ഒരു 2 ആഴ്ച ആയിട്ടുള്ളൂ, 2-3 ആഴ്ച ആയിട്ടുള്ളൂ. ഇവര് പറയുന്നത് കംപ്ലീറ്റ് EFT എന്ന് മാത്രം. ഞാൻ ഇതിലൊന്നും പിടുത്തം കൊടുക്കാത്ത ഒരാളായിരുന്നു. ഞങ്ങളെ തുറന്നു പറയാണ്. അപ്പോ മോളും ഭാര്യയും ഇതെന്നെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത്. അങ്ങനെ ഞാൻ വന്ന് പിറ്റേന്ന് ഇതില് ചേർത്തി, EFT ചേർത്തി. അങ്ങനെ ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. അപ്പൊ എനിക്ക് കുറെ മാറ്റങ്ങള് എനിക്ക് പറയാൻ കഴിയുന്നില്ല. കുറെ മാറ്റങ്ങളുണ്ട്. വണ്ടി ഓടിക്കുന്ന സമയത്തൊക്കെ ദേഷ്യം പിടിക്കായിരുന്നു. അതൊക്കെ കുറച്ച് മാറി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് പ്രാക്ടീസിന്റെ കുറവ് ആണ് ഞാൻ കാണുന്നത്. ഇപ്പൊ പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോകണമെന്നാണ് എന്റെ ആഗ്രഹം. അപ്പം ഇതിലേക്ക് വന്നതിൽ വളരെ വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് എന്റെ വൈഫും മോളും മകൾക്ക് ഭയങ്കര മാറ്റമാണ്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ അപ്പൊ ഡോക്ടറെ പോയി കാണുന്നതാണ്. ഓരോ ആവശ്യത്തിന് വേണ്ടി ഡോക്ടറെ പോവാത്ത ദിവസങ്ങളില്ല. ഞാൻ റിയാദിലായിരിക്കുന്ന സമയത്ത് വിളിച്ചാൽ പറയും മോളായിട്ട് ഡോക്ടറെ അടുത്ത് പോവാണ്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കലാണ്. അതെല്ലാം മാറി. ഇപ്പോ ഒന്നാമത് ഞാൻ ഈ സമയത്ത് മഗ്‌രിബ് സമയത്ത് ഞാൻ വീട്ടിലിരിക്കാൻ തുടങ്ങി. അതന്നെ വലിയ കാര്യം. എന്റെ ഫാമിലിന്റെ കൂടെ നല്ലൊരു സമയത്ത് ഈ വെക്കേഷന് വന്നിട്ട് ഇത്രയും ഞാൻ വീട്ടിൽ സ്പെൻഡ് ചെയ്ത സമയം എനിക്ക് ഉണ്ടായിട്ടില്ല. അതിനൊക്കെ കാരണം സാറിന്റെ ക്ലാസ് ആണ്. എന്തായാലും ഞാൻ വളരെ സന്തോഷവാനാണ്. ഇൻഷാ അല്ലാഹ് ഇനിയും ക്ലാസ്സിൽ കയറണമെന്നാണ്. പക്ഷെ എനിക്ക് പ്രാക്ടീസ് കുറച്ചുകൂടി ചെയ്തെങ്കിലേ എന്റെ പല കാര്യങ്ങളും മുന്നോട്ട് പോകുള്ളൂ എന്നാണ് ഇപ്പൊ തോന്നുന്നത്. സാറിനെ കാണാൻ പറ്റിയതിനും സാറിന്റെ ക്ലാസ് കൂടിയതിനും വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് എന്റെ വൈഫിനോട് എനിക്ക് വളരെ കടപ്പെട്ടിരിക്കുന്നു. പിന്നെ ഇതിലേക്ക് പിന്നെ അങ്ങനെ വലിച്ചു കൊണ്ടുവന്ന് ഈ ക്ലാസ്സിലേക്ക് ഈ ക്ലാസ് കയറ്റിയ ആളാണ് വൈഫ്. സാറിനെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്തായാലും വളരെ സന്തോഷം സാർ, വളരെ സന്തോഷം. താങ്ക് യു യാഷിൻ. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം. ഒരു കുടുംബത്തില് ഒരാളുടെ മാറ്റം മറ്റുള്ള ആളുകൾക്ക് ഉണ്ടാവുന്നു എന്നുള്ളതാണ് വലിയ സന്തോഷം. കൺഗ്രാജുലേഷൻ. ഓക്കെ, ഇനി ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവട്ടെ കേട്ടോ. ആമീൻ ആമീൻ. പ്രാക്ടീസ് ചെയ്യും. ഓക്കെ അഫീഫ പറയൂ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഞാൻ പുതിയ ബാച്ചിലാണ്. ഒരുപാട് മാറ്റങ്ങൾ തന്നെയാണ് EFT വന്ന പിന്നെ ഉണ്ടായത്. മോർണിംഗ് ക്ലാസ് കേട്ടാൽ തന്നെ എന്റെ തലവേദന മാറി. എനിക്ക് കാര്യമായിട്ടുണ്ടായിരുന്ന പ്രശ്നം തലവേദനയായിരുന്നു, മൈഗ്രെയിൻ. അത് മാറി. ഇപ്പൊ മണി ബ്ലോക്ക് മാറി. ഹാപ്പിയാണ്. പിന്നെ എന്റെ മോന് മദ്രസ പൊതുപരീക്ഷ എഴുതി റിസൾട്ടിന് കാത്തിരിക്കുകയാണ്. സാറ് വിഷൽ ചെയ്യണം. പഠിക്കാൻ കുറച്ച് മടിയുള്ള ആളാണ്. എന്നാലും എന്റെ കൂടെ ഞാൻ ക്ലാസ് കേൾക്കുമ്പോഴൊക്കെ ബ്ലൂടൂത്ത് വാങ്ങിയിട്ട് വെക്കും. ചില കാര്യങ്ങളൊന്നും എന്താ സാറ് പറയുന്നൊന്നും മനസ്സിലാവില്ല. എങ്കിലും ഞാൻ ചെയ്യുന്ന പോലെ തെറാപ്പി ചെയ്യാനൊക്കെ എന്റെ കൂടെ കൂടിയിട്ട് ചില കാര്യങ്ങളൊക്കെ എന്നോട് ചോദിക്കും. സാറ് വിഷൽ ചെയ്യണം. പിന്നെ വീട് പണി നടക്കുന്നുണ്ട്. നന്നായിട്ട് ഇങ്ങനെ ക്ലാസ് വലിയ സന്തോഷം കേട്ടോ. അതിലേക്ക് പെട്ടെന്ന് മാറാൻ വേണ്ടിയിട്ടും ഹാപ്പി തന്നെയാണ്. ഹസ്ബൻഡിനും ബിസിനസ്സിൽ നല്ല മാറ്റമുണ്ട്. പിന്നെ മെസ്സേജ് ഞാൻ ഒരുപാട് ആളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. സാറിന്റെ ക്ലാസ്, സാറെ പറ്റിയും സാറിന്റെ ക്ലാസ്സും ഒക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ അവർക്കൊക്കെ ഒരു അത്ഭുതം, ഇങ്ങനെ ഒരാളോ, ഇങ്ങനെ ഫ്രീ ആയിട്ട് ക്ലാസ് എടുക്കാൻ ഒരാളുണ്ടോന്നൊക്കെയാണ് എല്ലാവരും അത്ഭുതത്തോടെ ചോദിക്കുന്നത്. ഒരുപാട് ആളുകൾ ക്ലാസ്സിൽ വന്നിട്ടുണ്ട്. വളരെയധികം സന്തോഷം. സാറിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. സാറിനും കുടുംബത്തിനും ഒരുപാട് ആരോഗ്യ ആയുസ്സും ഉണ്ടാവട്ടെ എന്ന് ഉള്ളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു.
താങ്ക് യു അഫീഫ, വലിയ സന്തോഷം. മോനെ നല്ല റിസൾട്ട് ഉണ്ട്, വിഷ്വൽ ചെയ്യട്ടെ. വിഷ്വലൈസേഷൻ ആണ് അവിടെ വർക്ക് ചെയ്യട്ടെ. നന്നായിട്ട് റിസൾട്ട് കിട്ടിയതായിട്ട് വിഷ്വൽ ചെയ്യും കേട്ടോ. സന്തോഷിക്കുക, ഗ്രാറ്റിറ്റ്യൂഡ് ഓൾറെഡി പറയാം. മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സാർ, ഞാൻ സാറിനോട് ആദ്യം തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് പറയണേ. ഞാൻ ഇപ്പോഴത്തെ ഫസ്റ്റ് ബാച്ചിലുള്ളതാണ്. പിന്നെ യാദൃഷ്ടികമായിട്ടാണ് ഞാൻ ഇതിൽ എത്തിപ്പെട്ടത്. കാരണം ഒരു ബസ് യാത്രയിൽ വെച്ചിട്ട് ഹലീമ മാമിനെ കണ്ടുമുട്ടിയതാണ്. അവരോട് ഞാൻ അങ്ങോട്ട് ചോദിച്ചു, നിങ്ങൾ എന്താ ചെയ്യുന്നത്, എവിടുന്ന് വരുന്നു, എന്താണ്, ഒരു മീറ്റ് കഴിഞ്ഞ് വരികയാണെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് അറിയില്ലല്ലോ. അപ്പൊ അവരോട് ഞാൻ അവരെ നമ്പർ വാങ്ങിച്ചു. വീട്ടിലെത്തിയിട്ട് വീട്ടിൽ നിന്ന് വിളിച്ചു, സംസാരിച്ചു. അപ്പൊ അങ്ങനെ ഈ ക്ലാസ്സിൽ ഞാൻ കയറി. അത് കഴിഞ്ഞ എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ല. അങ്ങനെ ഞാൻ പറഞ്ഞു, സാറിനോടൊന്ന് ചോദിക്കുമോ, എനിക്ക് കുറച്ച് ക്യാഷ് അടച്ചിട്ട് പിന്നെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുമോ. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു 5000 രൂപ അടയ്ക്കുമോ, അത് കഴിഞ്ഞിട്ട് പിന്നെ 3 ദിവസത്തിൻ്റെ ഉള്ളിൽ ബാക്കി അടച്ചാൽ മതി. അങ്ങനെ ഞാൻ അതേപോലെ തന്നെ ഞാൻ ചെയ്തു. പിന്നെ എൻ്റെ PCM ഷാക്കിറ മാമാണ്. പിന്നെ പ്രാക്ടീസ് എനിക്ക് കുറവുണ്ട്. ഇന്നലെ മിഞ്ഞാന്ന് എനിക്ക് ക്ലാസ്സിൽ കുറച്ച് കയറാൻ പറ്റിയുള്ളൂ. പിന്നെ ഒരുപാട് മാറ്റങ്ങളുണ്ട്. പിന്നെ നെഗറ്റീവ്സ് ആയിട്ടൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല, പോസിറ്റീവാണ്. പിന്നെ ഇന്നലെ എൻ്റെ ഹസ്ബൻഡ് ഇന്നലെ വീണ് ഉയരത്തിൻ്റെ മുകളിൽ നിന്ന്. അപ്പം അതിലിങ്ങനെ ഒരു വിഷമമായി. കാര്യമായിട്ടൊന്നും പറ്റിയില്ല, എന്നാലും ഒരു പ്രയാസമുണ്ട്. സാറൊന്ന് വിഷ്വൽ ചെയ്യണം. പിന്നെ കുറേ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട് ഒരുപാട്. പിന്നെ മോനെ ദുബായിൽ പോകണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു നല്ലൊരു ജോലി കിട്ടണം എന്നാണ്. അങ്ങനെ ഒന്ന് സാറ് വിഷ്വൽ ചെയ്യണം. പിന്നെ എല്ലാവരോടും എനിക്ക് പറയാനുള്ള ഭയങ്കര താങ്ക്സ്, നന്ദി പറയുന്നു. കൂടുതലായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് പറയണേ. ഞാൻ ആദ്യമായിട്ടാണ്. വലിയ സന്തോഷം, വലിയ സന്തോഷം. പുഷ്പേച്ചി നല്ല രീതിയിൽ എന്ത് ചെയ്യുക, വിഷ്വൽ ചെയ്യുക കേട്ടോ. എല്ലാം റെഡിയാവും. പ്രാക്ടീസ് ചെയ്യുക, ഹാപ്പി ആയിരിക്കുക ഉണ്ടോ. മോന്റെ കാര്യം പ്രത്യേകിച്ച് വിഷ്വൽ ചെയ്യുക. ഹസ്ബൻഡിന്റെ കാര്യം തന്നെ ഹെൽത്ത് റെഡി ആയതായിട്ട് നിങ്ങൾക്ക് വിഷ്വൽ ചെയ്യാം കേട്ടോ. എന്നിട്ട് പ്രാക്ടീസ് ചെയ്യുക, ഗ്രാറ്റിറ്റ്യൂഡ് പറയുക, സെൽഫ് ലവ് വർദ്ധിപ്പിക്കുക. കുറേ കാര്യങ്ങളുണ്ടല്ലോ. പരമാവധി നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് റിസൾട്ട് ഉണ്ടായില്ല കേട്ടോ. ഓക്കെ, പറയൂ ഐഷ. ഷൗക്കത്ത് സർ സംസാരിച്ചോളൂ. ആരാ പറയുന്നത്? ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. പറയൂ. താങ്ക് യു സർ, താങ്ക് യു. ഞാൻ ഒരുപാട് ഉദ്ദേശം വെച്ചാണ് കോഴ്സ് ചെയ്യുന്നത്. നമ്മൾ സാറ് പറഞ്ഞല്ലോ ആദ്യം നമ്മുടെ ആവശ്യങ്ങളൊക്കെ എഴുതണം എന്ന്. പക്ഷെ ആ എഴുതിയതിനേക്കാൾ കൂടുതൽ വേറെ ചില ഭാഗത്താണ് നമുക്ക് റിസൾട്ട് കാണുന്നത്. ഇപ്പൊ മണി ബ്ലോക്ക് പൊട്ടി അങ്ങനെ പോവാണ്. സാർ സത്യം ഇന്നലത്തെ ക്ലാസ് ഒക്കെ ഭയങ്കര ഒരു സംഭവമാണ്. ഞാൻ എക്കണോമിക്സിൽ ഡിഗ്രി ഉള്ള ആളാണ്, പക്ഷെ ഇതുവരെ ആ ക്ലാസ്സിലൊന്നും എനിക്കത് കിട്ടിയിട്ടില്ല. ഇവിടെ ഇന്നലെ സാറ് പറയുമ്പോഴാണ് അഡ്വാൻസ് ഗ്രാറ്റിറ്റ്യൂഡ് കൊടുത്താൽ അഡ്വാൻസ് ക്യാഷ് കിട്ടുമെന്ന് ഇപ്പൊ മനസ്സിലായി. കാരണം ഒരു കുറി ചേർന്നിരുന്നു. ഇന്ന് രാവിലെ വിളിച്ചിട്ട് ഒരാള് പറഞ്ഞു ഈ പ്രാവശ്യത്തെ ക്യാഷ് നിങ്ങൾക്കാണ്. ഭയങ്കര അത്ഭുതമായിട്ടാണ് തോന്നുന്നത്. അതുപോലെ റിലേഷൻഷിപ്പിലും ഭയങ്കര മാറ്റങ്ങളുണ്ട്, ബന്ധങ്ങളിൽ ഭയങ്കര മാറ്റങ്ങളുണ്ട്. നന്നായിട്ട് പോകുന്നുണ്ട്, ഉഷാറാണ്. ഇന്നലെ കുട്ടി വന്നിട്ട് പറയാണ് ക്ലാസ് കേട്ടുകൂടി ഇരിക്കുമ്പോ സാറ് ഇട്ട് അതേപോലത്തെ കോട്ട് ഇടണങ്ങളും അങ്ങനത്തെ ചെയറൊക്കെ. അപ്പൊ ഭയങ്കര സാമ്പത്തിക ബ്ലോക്കുകൾ നന്നായിട്ട് പൊട്ടി പോകുന്നുണ്ട്. ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട് സർ, താങ്ക് യു. PCMമാർക്കും PC ആസിമമ്മയുടെ ആണ് നല്ല വാല്യൂ. പിന്നെ നല്ലൊരു സങ്കടം ഉണ്ടായിരുന്നു ക്ലാസ് അവസാനിക്കുകയാണെന്നുള്ളത്. അപ്പൊ സാർ ലാസ്റ്റ് ആ ഓഫർ പറഞ്ഞപ്പോ ഭയങ്കര ഹാപ്പി ആയി. ഇന്നൊരു ദിവസം കൂടി ഉണ്ട് എന്ന് പറഞ്ഞപ്പോ താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. വലിയ സന്തോഷം, താങ്ക് യു. യെസ്, പറയൂ റസ്മി. പറയൂ, അൺമ്യൂട്ട് ചെയ്യൂ. റസ്മി അൺമ്യൂട്ട് ചെയ്യൂ. പറ്റുന്നില്ല. എന്താണ് നോക്കൂ, ഹോസ്റ്റൽ നമ്മുടെ ഗുഡ് മോർണിംഗ് സർ. പറയൂ. ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ബാച്ചിലർ സ്റ്റുഡന്റ് ആണ്.
മാഷാഅല്ലാ എനിക്ക് നല്ല നല്ല മാറ്റങ്ങളാണ്. ഞാൻ ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ട് നിൽക്കുന്ന അവസ്ഥയിലാണ് ഞാൻ ഇതില് ജോയിൻ ചെയ്തിരുന്നത്. ഇപ്പൊ മാഷാഅല്ലാ എനിക്ക് അങ്ങനെ പോസിറ്റീവായിട്ട് മാത്രമേ ചിന്തിക്കാൻ കഴിയണുള്ളൂ. നോക്കുന്നതിലൊക്കെ ഹാപ്പിയാണ്. ഞാൻ അത് ചെയ്യാനും ഇത് ചെയ്യാനും ഒക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പൊതുവെ ചെയ്തിരുന്ന ഒരാളായിരുന്നു. പക്ഷെ ടെൻഷൻ കാരണം ഭയങ്കര നെഗറ്റീവ് തോട്ട് കാരണം ഭയങ്കര പേടിയായിരുന്നു എനിക്ക് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കാൻ ഇപ്പൊ. പക്ഷെ ഇപ്പൊ അതൊക്കെ പൊട്ടി പൊട്ടി പോയി. മാഷാഅല്ലാ ഞാൻ ഭയങ്കര റാഹത്താണ്. മനസ്സിന് ഭയങ്കര സന്തോഷാണ്. അതുപോലെ ഉമ്മക്കും മോനൊക്കെ ഇപ്പൊ മോന് നന്നായിട്ടൊന്ന് പനിച്ചിരുന്നു. ആ പനി നല്ല ടെമ്പറേച്ചർ ആണ്, ഭയങ്കര ടെമ്പറേച്ചർ. പൊതുവെ അങ്ങനത്തെ അവസ്ഥ വരുമ്പോ പൊതുവെ ഹോസ്പിറ്റലിൽ പോലെയാണ്. ഞാൻ സാധാരണ ആദ്യം വീട്ടിലുള്ള പാരസെറ്റമോൾ കൊടുത്തു. പിന്നെ ഇങ്ങനെ ടാപ്പ് ചെയ്ത് കാര്യങ്ങൾ ഞാൻ തന്നെ മൈൻഡിന് കുറച്ച് കോൺഫിഡൻസ് ഒക്കെ കൊടുത്തപ്പോ അത് അങ്ങനെ പോയി. അതുപോലെ ഉമ്മക്കും പെട്ടെന്ന് ഒരു വയറുവേദന ഉണ്ടായിരുന്നു ഗ്യാസിന്റെ. അത് ഞാൻ അതുപോലെ ഉമ്മനോട് ഇങ്ങനെ ടാപ്പ് ചെയ്യാൻ പറഞ്ഞു. ഉമ്മ ടാപ്പ് ചെയ്തു. ടാപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോ ഉമ്മ പറഞ്ഞു എന്നോട് എനിക്ക് മതി ഇനി നിർത്തല്ലോ ചോദിച്ചു. അപ്പൊ എന്താ നിങ്ങൾ നിർത്തണ പെട്ടെന്ന്, നിങ്ങൾക്ക് മതിയായിട്ടാണോ അതോ വേദന പോയിട്ടാണോ ചോദിച്ചു. അപ്പൊ ഉമ്മ ഇങ്ങനെ ആലോചിക്കുക എവിടെ എന്റെ വേദന, പെട്ടെന്ന് അതാണ് സ്റ്റോപ്പായി. ഉമ്മക്കിനെ ഭയങ്കര ഞാൻ എന്റെ സിസ്റ്റർ വഴിയാണ് ഇതിലേക്ക് വന്നത്. 28th ബാച്ചിലെ റാബിയ എന്ന് പറഞ്ഞ എന്റെ സിസ്റ്റർ ആണ് ഇന്നതിൽ ജോയിൻ ചെയ്യിപ്പിച്ചത്. അപ്പൊ തന്നെ ഉമ്മ വിളിച്ചാണ്ട് അവക്ക് വിളിച്ചു പറഞ്ഞു, താത്തക്ക് വിളിച്ചു പറഞ്ഞു അവളെന്റെ വയറുവേദന ഭയങ്കര സുഖമില്ലാത്ത നല്ല പെയിനുള്ള വേദനയായിരുന്നു. ഉമ്മക്കിനെ ഭയങ്കര കോൺഫിഡൻസ്. മാഷാഅല്ലാ എനിക്ക് എല്ലാം കൊണ്ട് റാഹത്താണ്. ഇനി കുറച്ച് സാമ്പത്തികമായിട്ടുള്ള ബ്ലോക്ക് ഉണ്ട്, അതിങ്ങനെ പൊട്ടി പൊട്ടി പോണം. ഗ്രേറ്റ്, വലിയ സന്തോഷം. കൺഗ്രാറ്റുലേഷൻ റസ്മി, ഒരുപാട് നല്ല മെറിറ്റ്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. വാട്ട് ക്യാൻ ഹാപ്പൻ ബെറ്റർ ദാൻ ദിസ്. ഇനിയും ഒരുപാട് മെറിറ്റ്സ് ഉണ്ട്. ഓക്കെ, ജിനു. അബ്ദുള്ള സർ സംസാരിച്ചോളൂ. ആരാണ്? അബ്ദുള്ള സർ. പറയൂ. അബ്ദുള്ള നാളെ സംസാരിച്ചതാണോ? പറഞ്ഞോളൂ. വീഡിയോയിലില്ലേ? ഹലോ ഹലോ, പറയൂ. അബ്ദുള്ളയാണ് സംസാരിക്കുന്നത്, കണ്ണൂര്. 28ാം ബാച്ചിലുള്ള ആളാണ്. ആ ബാച്ചില് ക്ലാസ്സുകൾ വെക്കുകയും അതനുസരിച്ച് ഫോളോ അപ്പ് ചെയ്തപ്പോ കാര്യങ്ങളൊക്കെ കുറച്ച് ഈ പറഞ്ഞതുപോലെ എല്ലാം റിലാക്സ് ആയി വന്നുകൊണ്ടിരുന്നു. ഇപ്പൊ ഇടക്കാലത്ത് കുറച്ച് ഡൗൺ ആയി പോയത് കൊണ്ട് വീണ്ടും പഴയ തിരിച്ചു വരുന്നുണ്ട്. ദേഷ്യം കൂടുതൽ അങ്ങനെയുള്ള അതെല്ലാം ഉണ്ട്. എങ്കിലും വീണ്ടും ഇപ്പൊ കയറിയപ്പോ കുറച്ചൊരു സമാധാനത്തിലുണ്ട്. ഇതിൽ എന്ന് വെച്ചാൽ വല്ലാതെ മുറുക്കി പിടിച്ച് ചെയ്യണം എന്നാണ്, അല്പം പോലും വഴിയോട് പോയി. എനിക്കിപ്പോ പറയാനുള്ളത്, ഞാൻ ഇത് സംസാരിക്കുന്നത് ഇപ്പൊ നേരത്തെ സംസാരിച്ച ഒരു ഗൾഫുകാരൻ പലതുകൊണ്ടും മുന്നിൽ എത്തിയിരിക്കുന്ന ആ ഫ്ലാറ്റിൽ താമസിക്കുന്ന അയാളുടെ ഒരു നമ്പർ കിട്ടി അയാളായിട്ടൊന്ന് പേഴ്സണലായിട്ട് ബന്ധപ്പെടണം എന്നൊരാഗ്രഹമുണ്ട്. ഇതിന്റെ 3-4 ആൾക്ക് മുമ്പേ ഒരാണുങ്ങൾ സംസാരിച്ചില്ലേ, ഗൾഫുകാരൻ ഫ്ലാറ്റിലുള്ള പല കാര്യങ്ങൾക്കും അയാൾക്ക് ഇതിൽ നിന്ന് ഗുണം കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പൊ അയാളുടെ നമ്പർ ഒന്ന് കിട്ടിയാൽ അയാളുമായിട്ട് പേഴ്സണലായിട്ട് ബന്ധപ്പെടാനുള്ള താല്പര്യമുണ്ട്. അതുപോലെ ഇതിൽപ്പെട്ട ആരെങ്കിലും എന്നെ ഒന്ന് എന്റെ നമ്പർ എടുത്ത് എന്നെ ഒന്ന് പേഴ്സണലായിട്ട് ഒന്ന് എൻകറേജ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വളരെയധികം ഉന്നതിയിലെത്തുമെന്ന വിശ്വാസമുണ്ട്. പലരും പലതും പറയുമ്പോൾ എന്തുകൊണ്ട് എനിക്കും ഇതായിക്കൂടാ എന്നൊരു തീരുമാനം ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ റഫീഖ് സാറിനും ഈ കുടുംബത്തിനും EFT കുടുംബത്തിനും എല്ലാവിധ ഭാവങ്ങളും അള്ളാഹു ദീർഘായുസ്സും ആരോഗ്യവും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ എല്ലാവരും ഹെൽപ്പ് ചെയ്യണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. തീർച്ചയായിട്ടും യാഷിൻ നിങ്ങളെ കുറിച്ചാണ് സംസാരിച്ചിട്ടുണ്ട്, ഗൾഫുകാർ. അപ്പൊ നിങ്ങളൊന്ന് നമ്പർ ഒന്ന് കണക്ട് ചെയ്താൽ ആൾക്ക് സംസാരിച്ച എനർജി കിട്ടുന്നതാണ്. ഓക്കെ, താങ്ക് യു. നമ്മൾ ഫാമിലി ആയതുകൊണ്ട് ഇതാണ് നമ്മളെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള കണക്ഷൻ ഒരിക്കലും ഒരു കാരണവശാലും പരിചയപ്പെടാൻ സാധ്യതയില്ലാത്ത ആളുകൾ പരിചയപ്പെടുന്നു, അല്ലെ? സപ്പോർട്ട് ചെയ്യുന്നു. അത് വല്ലാത്തൊരു അനുഭവമാണ്. അപ്പൊ പരമാവധി കണക്ട് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. യെസ്, അനീഷ. ആരാണ്? ജുനു. അനീഷ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ടു ഓൾ. താങ്ക് യു ഓൾ മേറ്റി. ഒരുപാട് സന്തോഷം. സാറിന് അറിയാലോ, ഒരുപാട് മാറ്റങ്ങളാണ് എന്റെ ലൈഫിൽ ഉണ്ടായത്. ഇപ്പോഴും മാറ്റങ്ങളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് സന്തോഷം. എനിക്ക് എന്താ സാർ പറയേണ്ടത്? ഞാൻ എന്റെ സൃഷ്ടാവ് തന്ന ഏറ്റവും വലിയൊരു പ്രഷ്യസ് ഗിഫ്റ്റ് ആണ് എനിക്ക് EFT. അതുപോലെ എന്റെ പ്രിയപ്പെട്ട ഗുരുനാഥനും അങ്ങയിൽ നിന്ന്, ഈ ഗുരുമുഖത്തിൽ നിന്ന് എനിക്ക് പഠിക്കാൻ സാധിച്ചതിൽ ഞാൻ അങ്ങേയറ്റം ഗ്രേറ്റ്ഫുൾ ആണ് സാർ. ഒരുപാട് നന്ദിയാണ്. ഒരുപാട് നല്ല തിരക്കുകളിലൂടെ മുന്നോട്ട് പോകുന്നു. ഒരുപാട് കാര്യങ്ങൾ എൻഗേജ്ഡായി മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ എന്റെ ബിസിനസ് ലൈഫും എന്റെ ഫാമിലി ലൈഫും ഒക്കെ വളരെയധികം എൻജോയ് ചെയ്ത് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു. ഒരുപാട് നന്ദിയാണ്. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല സാർ. ഒരുപാട് നന്ദിയാണ്.
താങ്ക് യു സർ, താങ്ക് യു അനീഷ സോ മച്ച്. നല്ല താങ്ക് യു. പ്രാക്ടീസോടുകൂടെ ഒരുപാട് റിസൾട്ട് ഉണ്ടാക്കിയ ആളാണ് അനീഷ. 25 തീർച്ചയായിട്ടും സർ, പ്രാക്ടീസ് മുടക്കാറേ ഇല്ല സർ. എനിക്ക് സമയം കണ്ടെത്താറുണ്ട് എല്ലാത്തിനും. എന്റെ കാര്യങ്ങളിലെല്ലാം എനിക്ക് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. വളരെയധികം പോസിറ്റീവായിട്ട് ചിന്തിക്കാനും പോസിറ്റീവായിട്ട് പ്രവർത്തിക്കാനും, അതുപോലെ തന്നെ ഏതൊരാൾക്കും എന്താ പറയേണ്ടത്, എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് ചെയ്തും ഒക്കെ ഞാൻ വളരെ നല്ല രീതിയിൽ ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് നന്ദി, ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആണ് സർ ഞാൻ. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. അനീഷ, വലിയ സന്തോഷം, കൺഗ്രാറ്റുലേഷൻ. യെസ്, നേരത്തെ പറഞ്ഞത് സിയാദ് ഖാനെ കുറിച്ചാണോ എനിക്ക് അറിയില്ല, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. കണക്ട് ചെയ്യാൻ ആരായാലും കുഴപ്പമില്ല കേട്ടോ, ഒന്ന് കണക്ട് ചെയ്യും കേട്ടോ, നേരത്തെ ആവശ്യപ്പെട്ടതേ. ഓക്കെ ജിനു. സർ, ആദ്യമായി ഞാനിവിടെ നന്ദി ഗ്രാറ്റിറ്റ്യൂഡ് പറയാണ്. ഇന്നലെ എൻ്റെ മോള് നൈസർ ഒറീസയിൽ പഠിക്കുകയാണ്, ലാസ്റ്റ് ഫൈനൽ സമ്മാണ്. അവൾക്കൊരു പ്രസന്റേഷൻ ഉണ്ടായിരുന്നു, ഭയങ്കര ടഫാണ്. അവിടെ ഇന്ത്യയിലെ ഏക കോളേജാണല്ലോ അത്. അപ്പൊ അവൾക്കൊരു പ്രസന്റേഷൻ ഉണ്ടായിരുന്നു, അത് ഭയങ്കര തീസീസാണ്. മാത്സുമായി ബന്ധപ്പെട്ട എക്സോ പ്ലാനറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തീസിസ് ആയിരുന്നു അവതരിപ്പിക്കേണ്ടായിരുന്നത്. അപ്പോ വലിയ പ്രൊഫസേഴ്സിന്റെ വലിയ ആളുകളുടെ മുന്നിൽ നമുക്ക് പ്രസന്റേഷൻ ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ പറഞ്ഞ ATC, ഞാൻ ഷാർജയിലാണ് ഇപ്പൊ താമസം. അപ്പൊ ടൈം ശരിയാവാത്തോണ്ട് ഞാന് ഇപ്പൊ നിങ്ങളെ ഈ ഫസ്റ്റ് ബാച്ചിലാണ് EFTന്റെ അതിൽ ചേർന്നിട്ടുള്ളത്. അപ്പൊ ഈ 2 ദിവസമായിട്ടുള്ളൂ ഈ പറഞ്ഞ ATCയിൽ കയറാൻ തുടങ്ങിയിട്ട്. അപ്പൊ ഇന്നലെ ഞാന് ഇതിൽ പറഞ്ഞിരുന്നു വിഷ്വൽ ചെയ്യണേന്ന്. അതിന്റെ എല്ലാ വശങ്ങളും എനിക്കറിയില്ല, എന്നാലും ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ അൽഹംദുലില്ലാ ഭയങ്കര സന്തോഷം എനിക്ക്, എൻ്റെ ഹസ്ബൻഡിന്, പിന്നെ കുടുംബത്തിന്, എൻ്റെ മോൾക്കൊക്കെ ഇന്നലെ നല്ല രീതിയിൽ പ്രസന്റേഷൻ ചെയ്യാൻ പറ്റി എന്നുള്ളത്. അപ്പോ അതിനു വേണ്ടി നമ്മുടെ മനസ്സ് കൊണ്ട് വിസിൽ ചെയ്ത എല്ലാവർക്കും ഞാൻ താങ്ക്സ് പറയാണ് ആദ്യമായിട്ട്. പിന്നെ അവൾക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. അവളെ പ്രസന്റേഷൻ കണ്ടിട്ട് അവളെ PhDക്ക് അതുപോലെ വേറെ പിന്നെ കുട്ടികൾക്കൊക്കെ ക്ലാസ് എടുക്കാനായിട്ട് അവളെ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോ അതുപോലെ തീസിസ് നല്ല രീതിയിൽ അവതരിപ്പിക്കാനും അവൾക്ക് നല്ലൊരു യൂണിവേഴ്സിറ്റിയില് പിന്നെ PhDക്ക് പോവാനും ഒക്കെ വേണ്ടിയിട്ട് അവൾക്ക് അതിയായ ആഗ്രഹമുണ്ട്. അപ്പോ അതും കൂടി വിസിൽ ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ്. പിന്നെ സാറ് ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞു, സാറ് ദുബായിലേക്ക് വരുന്നുണ്ട്, ഞാൻ ഷാർജയിലാണ്. സാറിന് നമ്പർ ഞാൻ കുറെ നോക്കി, ഗ്രൂപ്പിൽ എനിക്ക് കിട്ടിയില്ല. അപ്പൊ വെൽക്കം, എവിടേക്കാണ് വരുന്നത്, എന്നാണ് വരുന്നതെന്ന് അറിഞ്ഞാൽ നന്നായിരുന്നു. ഓക്കെ, എന്തായാലും സന്തോഷം. നമുക്ക് കാര്യങ്ങളെല്ലാം അറിയിക്കും കേട്ടോ, എന്താ എങ്ങനെയാന്നുള്ളതൊക്കെ വിശദമായിട്ട് നമ്മൾ തീരുമാനിച്ച് അറിയിക്കുന്നതായിരിക്കും കേട്ടോ. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിങ്. വലിയ സന്തോഷം. ഉമൈബ. ഗുഡ് മോർണിംഗ് സർ. ഞാൻ ഇപ്പൊ പുതിയ ബാച്ചിലുള്ള ആളാണ്. അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് പോസിറ്റീവായിട്ട് പല കാര്യവും നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്നലെ ഞാൻ ഒരാളിന് ഒരു 1 കോടി രൂപ കൊടുക്കാനുണ്ട്. ഒരാൾ എന്നെ വിളിച്ച് ചോദിച്ച്, ആ പൈസ ചോദിച്ച് എപ്പൊ കിട്ടുമെന്ന് ചോദിച്ചു. അതിൽ കുറച്ച് പൈസയാണ് അവർക്കുള്ളത്, കുറെ ആൾക്കാർക്കായിട്ടാണ് കൊടുക്കാനുള്ളത്. ഞാൻ മറ്റൊരു കമ്പനിയിൽ ജോലി ചെയ്തപ്പോ കൊണ്ടിട്ടതാണ്. അവരിങ്ങനെ ചോദിച്ച ഉടനെ ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ച് സാറ് പറഞ്ഞതുപോലെ ഞാനൊന്ന് ചെയ്ത് ആ സമയത്ത് തന്നെ ആ തരാനുള്ള ആളിന്റെ ഒരു മെസ്സേജ് വന്നു, ജൂൺ മാസത്തിൽ തരാമെന്ന്. അത് കേട്ടപ്പോൾ എനിക്കുണ്ടായ സന്തോഷം, അത് കിട്ടാൻ വേണ്ടി സാറൊന്ന് വിഷ്വലി ചെയ്യണം എന്ന് വെച്ചാൽ ഞാൻ ഈ ആള് ചോദിക്കുന്നു, ഞാൻ പെട്ടെന്ന് സാറ് പറഞ്ഞതുപോലെ മനസ്സിൽ ഇങ്ങനെ അവരെ എല്ലാരെയും പൈസ വാങ്ങിച്ചു കൊടുത്തു എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ചു കൊണ്ടിരുന്നപ്പോ തന്നെ സാറിന്റെ ഒരു മെസ്സേജ് വരുന്നു, എനിക്ക് പൈസ ഇത്രാം തീയതി നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള പൈസ തരാമെന്ന്. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി അത് സാറിന്റെ അടുത്ത് വന്നത് കൊണ്ട് കിട്ടിയ ഒരു നന്മയായിട്ട് ഞാൻ കണക്കാക്കുകയല്ല, ഞാനത് കറക്റ്റ് വിശ്വസിക്കുന്നു. ഞാൻ അള്ളാഹുവിൽ എങ്ങനെ വിശ്വസിക്കുന്ന അതുപോലെ സാറിന്റെ ക്ലാസ്സിൽ ഓരോ ദിവസവും കയറി എനിക്കുണ്ടായ പോസിറ്റീവ് ഞാൻ പറയുകയും ചെയ്യുമായിരുന്നു. ഇന്ന് വരെ എന്റെ ഗ്രാറ്റിറ്റ്യൂഡ് ഞാൻ പറയാതിരുന്നിട്ടേ ഇല്ല, മനസ്സിൽ വെച്ചിട്ടില്ല. പക്ഷെ ഇന്നലെ ഉണ്ടായ ഒരു അനുഭവം എനിക്ക് അതൊരു അതിഭയങ്കരമായ ഒരു അനുഭവം തന്നെയായിരുന്നു. അവര് വിളിച്ച് ചോദിക്കുന്നു, ഞാനിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നു, അപ്പോഴും തന്നെ ഒരു മെസ്സേജ് വരുന്നു, ഞാൻ ജൂൺ മാസത്തിൽ നിങ്ങൾക്കുള്ള പൈസ എല്ലാവർക്കുള്ളതും തരും, എനിക്ക് എല്ലാം ഇലക്ഷന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ കിട്ടും. താങ്ക് യു സർ. അത് എനിക്ക് സാറിന് വിഷ്വല് ചെയ്യണം, ആ പൈസ കിട്ടി വാങ്ങിച്ചു കൊടുക്കണം.
മെസ്സേജ് വന്നല്ലോ, അത് കിട്ടാനുള്ളതല്ലേ? മെസ്സേജ് വന്നല്ലോ, എന്തായാലും കിട്ടും കേട്ടോ, കിട്ടും. എന്തായാലും കിട്ടും. വളരെ സന്തോഷത്തോടെ ഗ്രാറ്റിറ്റ്യൂഡ് പറയാം കേട്ടോ. തീർച്ചയായിട്ടും. ഉസ്മാൻ ബാബു പറയൂ. ഹലോ, ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഞാന് എനിക്ക് സാറേ 31 ബാച്ചില് ആണ് ജോയിൻ ചെയ്തത്. ഷാക്ര മാമാണ് PCA. എനിക്ക് എനിക്ക് പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്, പക്ഷെ എല്ലാ പ്രശ്നങ്ങളെയും ഞാൻ തരണം ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. പ്രശ്നങ്ങൾ വന്നാൽ ഞാൻ പ്രാക്ടീസ് ചെയ്ത് അതിൽ നിന്നും ഞാൻ വളരെ പെർഫെക്റ്റ് ഓക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ശ്വാസം മുട്ടൽ പൂർണ്ണമായും മാറിയിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നേടിയെടുക്കാനുണ്ട്. എന്റെ ജോലി സംബന്ധമായ തിരക്കുകൾ കൊണ്ട് എനിക്ക് ക്ലാസ്സുകളിൽ പങ്കെടുക്കാൻ പറ്റാത്ത ഒരു വിഷമം മാത്രമേ ഉള്ളൂ. സാർ, എനിക്കൊരു 8 ലക്ഷം രൂപ പല്ലിൽ നിന്നായി കിട്ടാനുണ്ട്. അത് കിട്ടിയായിരുന്നെങ്കിൽ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നേനെ. വേറെ കടങ്ങളൊന്നുമില്ല, അതിന്റെ ഒരു ബാലൻസ് മണിയാണ്. കിട്ടാനുണ്ട് എന്നല്ല, അത് കിട്ടിയിരിക്കുന്നു വിശ്വസിക്കാം. ഓക്കെ. എന്തായാലും കിട്ടും. പല്ലിനായിട്ടാണ് 50,000 80,000. എങ്ങനെയെന്നതല്ല, ആര് തരാണ്ടെന്നല്ല, പൈസ കിട്ടും എന്നുള്ള ഒരു വിശ്വാസം, ആ ഒരു എനർജിയിൽ, ആ സന്തോഷത്തിൽ മുന്നോട്ട് പോകാം. എനിക്ക് വേറെ ബാധ്യതയൊന്നുമല്ലല്ലോ. എന്തായാലും ആ ഒരു വിഷ്വലൈസേഷൻ നിരന്തരം കൊടുത്തോണ്ടിരിക്കുക കേട്ടോ. ഓക്കെ, ക്യാഷ് എന്നെ ഇത് പഠിപ്പിച്ച സാറിന് കൂടാനുകൂടി നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. എല്ലാ ദിവസവും ഞാൻ സാറിന് വേണ്ടി പ്രത്യേകം ഒരു പ്രാർത്ഥന തന്നെ നടത്തുന്നുണ്ട്. സാറിനോട് പറയണ്ടെന്ന് വിചാരിച്ചാ അവിചാരിതമായി പറഞ്ഞു പോയതേ ഉള്ളൂ. താങ്ക് യു. ഒരുപാട് ആൾക്കാർ പ്രാർത്ഥനയാണ് എന്റെ വലിയ സമ്പാദ്യം, വേറൊന്നുമല്ല. താങ്ക് യു. ഒരുപാട് പൈസ ഇതിനു വേണ്ടി ഞാൻ മുടക്കിയിട്ടുണ്ട്, ഈ ശ്വാസം മുട്ടലിന് വേണ്ടി. പക്ഷെ സാറ് പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ ഞാൻ ചെയ്തപ്പോ എനിക്ക് അതിനെക്കാട്ടിയും കൂടുതൽ പ്രയോജനം വന്നു. അതാണ് ഇതിനകത്ത് വളരെ ഒരു സന്തോഷകരമാണ്. താങ്ക് യു, വലിയ സന്തോഷം. താങ്ക്സ്. ഹസ്സ. ഹസ്സയാണോ? ഹസ്സ എന്ന പേര് കാണിക്കുന്നത്. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. താങ്ക് യു സാർ. ഞാൻ ഈ 30-ാം ബാച്ചിലാണ്. 30-ാം ബാച്ചിലാ. പറയൂ. ഞാൻ എന്റെ കൈവേദനയൊക്കെ ആയിട്ട് വന്നതായിരുന്നു. ഇപ്പൊക്കെ മാറിയിട്ടുണ്ട്. പിന്നെ പെൻഡിങ് ആയ കുറച്ച് ക്യാഷ് ഉണ്ടായിരുന്നു, ഒക്കെ കിട്ടി. അത് ഞാൻ കഴിഞ്ഞ ATC പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനിയും കുറച്ച് കിട്ടാണ്ട്. അൽഹംദുലില്ലാ, കൊടുത്തിട്ട കാശ് കുറച്ച് കിട്ടാണ്ട്. പിന്നെ ഈ മെയിൻ മാസ്റ്ററി കോഴ്സിൽ ഫസ്റ്റ് ബാച്ചിൽ എന്റെ മോള്, അതായത് മോന്റെ വൈഫ് ചേർന്നിട്ടുണ്ട്. പിന്നെ വേദനയൊക്കെ ആയിട്ട് ചേർന്നാണ്, ടെൻഷനൊക്കെ ആയിട്ട് ഇപ്പൊ കുറെ കുറവുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ATC കയറാനൊക്കെ, കേറിയിട്ടില്ല തോന്നുന്നു. ഇപ്പൊ ഗൾഫിലെ ഇവിടെ ജോലി നോക്കുന്നുണ്ട്. അപ്പൊ അതിനൊന്ന് വിഷ്വൽ ചെയ്യണം. തീർച്ചയായിട്ടും വലിയ സന്തോഷം കേട്ടോ. താങ്ക് യു സാർ. ഇനിയും നന്നായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാം, നല്ല റിസൾട്ട് ഉണ്ടാവും കേട്ടോ. ഒരുപാട് മിറക്കിൾസ് ഉണ്ടാവട്ടെ. ഹസ്ന. ഹലോ സാർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞാൻ ഫസ്റ്റ് ബാച്ചിലാണ്. എനിക്ക് ഒരുപാട് എന്താ പറയുക, ക്ലാസ്സിൽ വന്നതിന് ശേഷം നല്ലൊരു കോൺഫിഡന്റ് കിട്ടി. ആദ്യമൊക്കെ എല്ലാ കാര്യത്തിലും ഒരു പേടിയാണ്, ചെയ്താൽ ശരിയാവോ, ഞാൻ ചെയ്താൽ തെറ്റാവോ എന്നുള്ളൊരു മനസ്സുള്ള ഒരാളാണ്. പക്ഷെ ഇപ്പൊ ഈ ക്ലാസ്സിൽ വന്നതിന് ശേഷം ഒരുപാട് കോൺഫിഡന്റ് കിട്ടി. ഇപ്പൊ വണ്ടി ഓടിക്കാനായാലും സ്വന്തമായിട്ട് വണ്ടി ഓടിക്കോ. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ ഷെയറിംഗ് ഹസ്ന. ഒരുപാട് മാറ്റങ്ങൾ ഇനി ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു കേട്ടോ. അനിത. ഹലോ, ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് അനിത മാം, പറയൂ. എന്താ പറയാ, ഞാൻ വളരെ വളരെ ഹാപ്പിയാണ് ഇപ്പൊ. എന്റെ അസിഡിറ്റി ഒക്കെ, ഗ്യാസ് പ്രശ്നമൊക്കെ മാറി ഇപ്പോ. പിന്നെ എന്റെ ബോഡി പെയിൻ നന്നായി കുറഞ്ഞു. പിന്നെ
മൂവി ടെക്നിക്കിലൂടെ എൻ്റെ മറ്റേ നെഗറ്റീവ് തോട്ട്സുകളൊക്കെ മാറ്റാൻ കഴിഞ്ഞു. ഒരുപാട് എനർജറ്റിക് ആയി ഹാപ്പി ആയി ജീവിക്കുന്നു. പിന്നെ ഏറ്റവും വലിയ സന്തോഷം, ഞാൻ അതൊക്കെ മുന്നേ പറഞ്ഞതാണ്. പിന്നെ എനിക്ക് 2 ദിവസം മുന്നേ ഒരു 10,000 രൂപ ഹസ്ബൻഡിന്റെ ഓണർ ഡ്രസ്സ് വാങ്ങാനാന്ന് പറഞ്ഞ് തന്നു. ഞാൻ പ്രതീക്ഷിക്കാത്തൊരു ഇതായിരുന്നു. വളരെ സന്തോഷായില്. ആ സന്തോഷം പറയാൻ വേണ്ടിട്ട് ഞാൻ ഇപ്പൊ വിളിച്ചത്. താങ്ക് യു സാർ, താങ്ക് യു, താങ്ക് യു, Thank you താങ്ക് so യു much. സാർ, താങ്ക് യു. പത്മിനി. പത്മിനി പറയൂ. പത്മിനി ചേച്ചി പറ്റുന്നില്ലേ? അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നു. പറ്റൂ കേട്ടോ, ഇവിടെ പ്രശ്നമൊന്നുമില്ല, എല്ലാവർക്കും അൺമ്യൂട്ട് ചെയ്യുന്നില്ല. പറയൂ. ഹലോ, കേൾക്കുന്നുണ്ടോ സാറേ? കേൾക്കുന്നു. വീഡിയോയിൽ വന്നില്ല അല്ലേ? വീഡിയോയിൽ വരുന്നുണ്ടാ? എന്തെങ്കിലും കാണാമല്ലോ. ഓക്കെ. ആ, വെരി ഗുഡ്. പറഞ്ഞോളൂ. മ്യൂട്ടായി. അൺമ്യൂട്ട് ചെയ്യൂ. അൺമ്യൂട്ട് ചെയ്യൂ. ആ, വളരെ സന്തോഷമുണ്ട്. 24 ബാച്ച് ആണ്. കുറെ നാളുകളായി സാറിന് ഇങ്ങനെ ഞങ്ങളെ സാറ് വീഡിയോ കാണുന്നില്ല, ക്ലാസ്സെല്ലാം അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഭയങ്കര മിറാക്കിളാണ് സംഭവിക്കുന്നത്. എന്താഗ്രഹിക്കുന്നു അത് സാധിക്കുന്നു. എന്തെങ്കിലും സംഭവിക്കും, ഇറ്റ്സ് ഓക്കെ പറയാൻ പഠിപ്പിച്ചു തന്ന സാറിന് ആദ്യം തന്നെ നന്ദി പറയുന്നു. ഇപ്പം ഇസ്മായിൽ സാറിന്റെ പിന്നെ മൂവി ക്ലാസ്സിലെല്ലാം കയറി കുറച്ചും കൂടി ആ ഒരു കോൺഫിഡൻസ്. ഇപ്പൊ എന്താ വെച്ചാല് മെനഞ്ഞാന്ന് ഒരു കാല് മേശയ്ക്ക് മുട്ടി നിസ്സാരാന്ന് വിചാരിച്ച് ഞാനിരുന്നു. കാല് മുഴുവൻ നീരായി. കൊണ്ട് എക്സ്റേ എടുത്തപ്പോ ഡോക്ടർ പറഞ്ഞു ഒരു വിരലിനാ. അതവര് പറഞ്ഞ് 2 ആഴ്ചത്തേക്ക് ബാൻഡേജ് ഇടാൻ കെട്ടിവെക്കണം എന്ന് പറഞ്ഞു. പ്ലാസ്റ്റർ ഇട്ട് വെക്കണം 2 ആഴ്ച. ചെറിയൊരു മുറിവ്. ഞാൻ വിചാരിച്ചു വേണ്ട, എന്റെ അടുത്ത് മെഡിസിൻ ഉണ്ട്. EFT എന്ന മഹത്തായ മെഡിസിൻ എന്റെ അടുത്ത് ഉണ്ട്. എന്റെ കാലിന്റെ 2 ദിവസം കൊണ്ട് നീരും പോയി, വേദനയും കുറഞ്ഞു. ഇപ്പൊ കാല് ഇന്നലെ തൊട്ട് നിലത്ത് വെക്കാൻ പറ്റുന്നുണ്ട്. അതൊരു ഭയങ്കര മിറാക്കിൾ ആയിട്ടാണ്. എക്സ്റേയിൽ ഒരു ചെറിയ നഖം വെട്ടിപ്പോകുന്നവരെ കണ്ടു, പക്ഷെ വേദന ഉണ്ടായിരുന്നു. ഇതെനിക്കൊരു ഇതിൽ കൂടെ കിട്ടിയ ഒരു സന്തോഷമാണ്. ഇതിൽ കൂടെ കിട്ടിയ ഒരു മെഡിസിൻ ആണ് ഈ ഒരു മെഡിസിൻ. സ്റ്റക്കായോ? വേറെ എവിടെയും കിട്ടൂല. സെൽഫ് ലവ് ചെയ്തോണ്ടിരുന്നു ഞാൻ എന്നെ തന്നെ. ഇല്ല സാറേ, കേൾക്കുന്നുണ്ടോ? ആയിട്ടില്ലല്ലോ. ഹലോ, കേൾക്കാം. ഓക്കെ. അങ്ങനെ എന്റെ കാല് ശരിയായ സന്തോഷ വാർത്ത പറയുന്നത്. ഇന്നത്തേക്ക് എന്റെ കാല് നിലത്ത് ചവിട്ടാൻ പറ്റുന്നുണ്ട്. ഡോക്ടറെ എടുത്ത് പോയെങ്കിൽ 2 ആഴ്ച എനിക്ക് പ്ലാസ്റ്റർ ഇട്ട് തന്നേനെ ഒരു വിരലിന് വേണ്ടിയിട്ട്. EFT എന്ന മെഡിസിൻ ഉപയോഗിച്ച് തന്നെ എനിക്കത് മാറ്റാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സാറേ, താങ്ക് യു. കൺഗ്രാജുലേഷൻ. താങ്ക് യു. പിന്നെ എനിക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടിയുള്ള, എന്റെ മോനുണ്ട് ഇപ്പൊ വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ട് വിഷ്വൽ ചെയ്യുന്നുണ്ട്, പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പക്ഷെ സാറിന്റെ ഒരു പ്രാർത്ഥനയും കൂടി അതിലേക്ക് കിട്ടണം ഞാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും നമ്മളെല്ലാവരും വിഷ് ചെയ്യണം, എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും കിട്ടും. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു. തീർച്ചയായും ഉടനെ അത് കിട്ടും കേട്ടോ. ജാസ്മിൻ. താങ്ക് യു. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. വളരെ സന്തോഷം, സമാധാനം എല്ലാം ഉണ്ട്. പിന്നെ എൻ്റെ അമ്മന്റെ അനിയത്തി 1.5 മാസമായി ഹോസ്പിറ്റലിൽ കിടക്കാണ്. ഇപ്പൊ നല്ല സുഖം ഉണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ രണ്ടാമതും സുഖമില്ലാതെ പെട്ടെന്നൊരു തലകറക്കം വന്ന് ബോധം പോയതായിരുന്നു. ഇപ്പം പിന്നെ കുറച്ചൊരു ബുദ്ധിമുട്ടില്ല. സാറൊന്ന് വിഷ്വൽ ചെയ്യുകയും പ്രാർത്ഥിക്കുകയും വേണം വേഗം. ഗ്രാറ്റിറ്റ്യൂഡ് പറയട്ടോ, അതാണ് ഇവിടെ വേണ്ടത് കേട്ടോ. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ PCM ആയിട്ട് സംസാരിക്കുക കേട്ടോ. ആയിക്കോട്ടെ. ഇവിടെ അത്തരം കാര്യങ്ങളാണ് ഷെയർ ചെയ്യാറുള്ളത്. മറ്റു കാര്യങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ PCM ആയിട്ട് കണ്ടു കേട്ടാ. ഓക്കെ, ഇവിടെ എല്ലാവരും കാത്തിരിക്കുന്നത് വലിയ മാറ്റങ്ങളാണ്. ഗ്രാറ്റിറ്റ്യൂഡ് റിസൾട്ട്, അതിലൂടെ എനർജി സ്വീകരിക്കാൻ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നു. അത് പറയുക കേട്ടോ. കൺഗ്രാജുലേഷൻ. ജിനു എന്തോ നേരത്തെ പറഞ്ഞ കംപ്ലീറ്റ് ആയില്ല എന്ന് പറഞ്ഞു. എന്ത് പറ്റി? യെസ്, വീഡിയോ ഓണാക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നു. വീഡിയോ ഓണാക്കാൻ കഴിയുന്നു, സംസാരിക്കാൻ പറ്റുന്നില്ല, ആരും അറിയില്ല. അപ്പോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലെ? വേറെ ആരെങ്കിലും
സംസാരിക്കുന്നുണ്ടോ? ഷാഹിദ പറഞ്ഞതാണോ? സർ, ഞാനത് പറയാൻ തുടങ്ങിയത് ഷാർജയില് എന്റെ ബ്രദർ വന്നിട്ട് ബിസിനസ് തുടങ്ങിയിരുന്നേ. പക്ഷെ കൂടെയുള്ള പാർട്ട്ണർ അവര് പറ്റിച്ച് കളഞ്ഞ. അപ്പൊ ഇതുവരെ ക്യാഷ് ഒന്നും കിട്ടിയില്ല. ഏകദേശം 2 വർഷമായി. അപ്പൊ അത് ഏത് രീതിയിൽ നമ്മളിങ്ങനെ വിഷ്വൽ ചെയ്യണം എന്നുള്ളതാണ്. വിഷ്വൽ ചെയ്യാന്ന് പറഞ്ഞില്ലേ കേട്ടോ, കിട്ടുന്ന വിഷ്വൽ ചെയ്യാം. പിന്നെ സർ, സാറിന്റെ കസേര ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. അതെന്താണ് അതിന്റെ പ്രത്യേകത? മനസ്സിലായില്ല. സാർ ഒരു കസേരനെ പറ്റി പറഞ്ഞിരുന്നല്ലോ മിഞ്ഞാന്നത്തെ ക്ലാസ്സില്. സാറിന്റെ കസേര അത് പ്രത്യേകതയൊന്നുമില്ല, സാധാരണ ചെയ്യാൻ കേട്ടോ. എന്താ അങ്ങനെ ആരും പറഞ്ഞത്? ഓക്കെ, താങ്ക് യു. വാട്ട് ക്യാൻ ഹാപ്പൻ ടു ദാറ്റ്? ഓക്കെ, ഷാഹിദ മാം. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? പറയുന്നുണ്ടോ? ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പിന്നെ ATC EFT പറഞ്ഞ ഭയങ്കര മിറാക്കിളാന്ന് പറഞ്ഞ മെഡിസിൻ ആണ്. അത് അനുഭവം വന്നപ്പോ മനസ്സിലായി. പിന്നെ എനിക്ക് യൂറിന് ഭയങ്കര പോകുന്നതിൽ ഒരു കൺട്രോളും ചെയ്യും. ഭയങ്കരമായിട്ട് മനോവിഷമതയിലായിരുന്നു. അങ്ങനെ മക്കയിൽ ഉംറ പോകാനൊക്കെ ഉണ്ടായിട്ട് ഉംറക്കൊക്കെ നിർത്തി. ഒക്കെ ഏതായാലും നോമ്പോ കഴിഞ്ഞ് ഞാൻ ധൈര്യപൂർവ്വം ഇറങ്ങി. അങ്ങനെ എന്താ പറയാ, ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ പോയി വന്നു. അതോടുകൂടി ആ രോഗം കണ്ട് സുഖമായും ചെയ്തു. EFT നമ്മളെ കയ്യിലുള്ളതുകൊണ്ടാണ്. പറഞ്ഞ ട്രീറ്റ്മെന്റ് ചെയ്ത് ആ രോഗം തന്നെ ആയിട്ട് നിന്ന്. ഇപ്പൊ അതിനെപ്പറ്റി ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഭയങ്കര മനസ്സിന് എന്താ പറയാ ആശ്വാസം. അതിപ്പോ നമ്മൾ ഡോക്ടേഴ്സിന്റെ അടുത്ത് പോവാണെങ്കിൽ നടന്ന് കുഴയും. അത് പെട്ടെന്ന് അവിടെ ചെന്ന് സ്റ്റോപ്പ് ചെയ്തു. ഭയങ്കര മനസ്സിന് എന്താ പറയാ ആശ്വാസം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു വിശ്വാസം വന്നതുപോലെ. പിന്നെ അസുഖം ഇന്ന് വരെ ഉണ്ടായിട്ടും ഇല്ല. അപ്പൊ നമ്മള് അതില് ടാപ്പ് ചെയ്ത് ട്രീറ്റ്മെന്റ് ചെയ്ത് അതുകൊണ്ട് ജീവിതത്തിൽ അനുഭവം വന്നപ്പോഴാണ് ATCയുടെയും EFTയുടെ ഒക്കെ ഇത് നമുക്ക് മനസ്സിലായത്. എന്നിട്ട് നമ്മൾ മറ്റുള്ളവരും സാറും ഒക്കെ പറയുന്നത് കേൾക്കുന്നല്ലാതെ അനുഭവം വന്നപ്പോ അതിന്റെ അവരത് മനസ്സിലായിട്ടുണ്ട്. അള്ളാഹുവിന് 100 വട്ടം സ്തുതി. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. താങ്ക് യു. വലിയ സന്തോഷം കേട്ടോ. പൂർണ്ണമായുള്ള ആരോഗ്യത്തിലേക്ക് തിരിച്ചെത്തി. നന്ദി. അതാണ്. ഹായ് സാർ, ഒരു മിനിറ്റ്. ഇതിനകത്ത് പുതിയതായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളത്, ഞാന് 5 വർഷം ട്രീറ്റ്മെന്റ് നടത്തിയ ആളാണ്. 30 ലക്ഷം രൂപയോളം എനിക്ക് ചെലവായി. അതിലൂടെ കിട്ടാത്തതാണ് എനിക്ക് EFT എന്ന് പറയുന്ന ഒരു കോഴ്സ് പഠിച്ചത് കൊണ്ട് എനിക്ക് കിട്ടിയത്. ഇത് നിങ്ങളിതിലോട്ട് വന്ന് പുറത്ത് നിന്നുകൊണ്ട് കണ്ടാൽ ഇത് ശരിയാവത്തില്ല. ഇതകത്ത് വന്ന് നിന്നുകൊണ്ട് നിങ്ങൾ ഇതിനെക്കുറിച്ച് പഠിക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ ഇത് പ്രാവർത്തികമാക്കുക. കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്താൽ നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അതെല്ലാം ഇതിലൂടെ സാധിച്ചെടുക്കാനായിട്ട് സാധിക്കും. താങ്ക് യു ഫോർ യുവർ ലവ് ആൻഡ് സപ്പോർട്ട്. വലിയ സന്തോഷമുണ്ട്. അപ്പോ നമ്മുടെ EFT മൈൻഡ് മാസ്റ്റർ എന്നുള്ള കോഴ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 1ാമത്തെ ബാച്ച് ഇന്നലെ അവസാനിക്കേണ്ടതായിരുന്നു. ഇന്ന് കൂടെ ഒരു ബോണസ് സെഷൻ വെച്ചിട്ടുണ്ട്. അതോടുകൂടെ 1ാമത്തെ ബാച്ച് 150ഓളം ആളുകൾ പങ്കെടുത്ത എല്ലാവരോടും, മികച്ച റിസൾട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാവരോടും എന്റെ ഹൃദയത്തിന് അടിത്തട്ടിൽ പറയണം. അതേപോലെ നമ്മൾ മൈൻഡ് മാസ്റ്ററി 2nd ബാച്ച് ഈ വരുന്ന 30-ാം തീയതി ആരംഭിക്കുകയാണ്. എന്റെ ശബ്ദം കേൾക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ആരെങ്കിലും കോഴ്സ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ കോഴ്സിലേക്ക് വരണം എന്നൊക്കെ പറയുന്നത്. റിസൾട്ട് ആഗ്രഹിക്കുന്നില്ല, ആ മാറ്റം ആഗ്രഹിക്കുന്നില്ല, ആ ഒരു കണ്ടിന്യൂസ് ആയുള്ള പ്രാക്ടീസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, സപ്പോർട്ട്, നമ്മുടെ ടീമിന്റെ സപ്പോർട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കോഴ്സിലേക്ക് വരണം എന്നാണ് എൻ്റെ വലിയ ആഗ്രഹം. എല്ലാവരും ഒരിക്കൽ കൂടെയാണ് ഇതിലേക്ക് ക്ഷണിക്കുകയാണ്. കോഴ്സിലെ ഡീറ്റെയിൽ കൂടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളെ ബന്ധപ്പെട്ട കോഴ്സ് കൗൺസിലേഴ്സ് ഉണ്ട്. നിങ്ങളൊക്കെ കണക്ട് ചെയ്യുന്ന ആരൊക്കെ ഉണ്ടോ, ടീം മെമ്പേഴ്സ് ആയിരിക്കാം, നമ്മുടെ കോഴ്സ് കൗൺസിലേഴ്സ് ആയിരിക്കാം. അങ്ങനെ അവരൊക്കെ കാര്യം ചെയ്യാം. നിങ്ങളെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ലീഡേഴ്സ് ആയിട്ടോ നിങ്ങളെ ക്ഷണിക്കുന്ന ആളുകൾക്ക് അവരൊക്കെ കണക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന മഹത്തായ ഒരു അവസരമാണ്. ഒരിക്കൽ കൂടെ എല്ലാവരെയും ഞാൻ എന്ത് ചെയ്യാണ്, എല്ലാവരോടും എൻ്റെ സന്തോഷവും നന്ദിയും കടപ്പാടും സ്നേഹമൊക്കെ അറിയിക്കുകയാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇതുവരെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ എല്ലാവരോടും എൻ്റെ സന്തോഷം അറിയിക്കുകയാണ്.
ഇവിടെ കേട്ട് പുതുതായി വന്ന ആളുകളുണ്ട്. കുറേ ആൾക്കാർ പുതുതായി ഇത് കേട്ടവരുണ്ടാവും. എല്ലാവരോടും എൻ്റെ സന്തോഷവും ഗ്രാറ്റിറ്റ്യൂഡും അറിയിക്കാം കേട്ടോ. എനിവേ, once again, thank you so much. Have a great day. Bye. Thank you, sir. Thank you, sir. Thank you, sir. Thank you. Thank you, sir. Thank you very Thank much. you so much. Thank you, sir. Thank you. Thank you, sir.